Good evening. Good evening, ma'am. Good evening. Good evening, Miss. Good evening. നല്ല ഭംഗിയുണ്ട് മിസ്സേ. എന്തോ നല്ല മാം ഭംഗിയുണ്ട്. ഇന്ന് എവിടേക്ക് പോയിട്ട് വരികയാണോ മാം സാരിയൊക്കെ ആയിട്ട്? ഞാൻ അമ്പലത്തിൽ പോയിട്ട് വന്നത്. നിങ്ങളുടെ കയ്യിൽ നിന്ന് കോംപ്ലിമെന്റ് കിട്ടാൻ വേണ്ടി മനഃപൂർവ്വം ഡ്രസ് മാറും. എപ്പോഴും സുന്ദരിയാണ്, ഇന്ന് കൂടുതൽ സുന്ദരിയായിട്ടുണ്ട്. താങ്ക് യു. ഇതൊക്കെ കേൾക്കുമ്പോ സുന്ദരിയായിട്ടുണ്ട് കേട്ടോ മാം. താങ്ക് യു. യെസ് മിസ്, റിയലി. കേൾക്കുമ്പോ കിട്ടുന്നൊരു സുഖം ഉണ്ടല്ലോ, അത് വേറെയാ അല്ലേ. നമുക്ക് എല്ലാവർക്കും അങ്ങനെ കോംപ്ലിമെന്റ്സ് ഭയങ്കര ഇഷ്ടമാണല്ലോ. അത് എന്താ പറയാ, ഇത് സിൻസിയർ ആയിട്ടുള്ള കോംപ്ലിമെന്റ് ആണെന്ന് ഫീൽ ചെയ്യുമ്പോൾ കിട്ടുന്ന സുഖം ഭയങ്കര. അല്ലാത്ത നമുക്ക് മനസ്സിലാവൂലേ, വൈറ്റ് ലൈസ്. ഓക്കെ ഫൈൻ. ഓക്കെ, നിങ്ങൾ പ്രെയർ ഒക്കെ ചെയ്തോ? ഇല്ല മാം, മാമിനെ മീറ്റ് ചെയ്യണം. അതെയോ? എല്ലായ്പ്പോഴും ഈവനിങ് ക്ലാസ്സസ് 13 ബാച്ചിനാണേ. അപ്പൊ ആ ഓർമ്മയില് 13ന്റെ ലിങ്കിൽ കയറി ഞാൻ ഇരിക്കുവായിരുന്നു. അത് വൈകിപ്പോയത്. ഓക്കെ ഫൈൻ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് അങ്ങനെ ഈവനിങ് ക്ലാസ് എല്ലായ്പ്പോഴും 13 ബാച്ചിലാണ് വരുന്നത്. കാരണം എനിക്ക് 13 ബാച്ചില് 2-3 മണിപ്പൂരി കുട്ടികളുണ്ട്. അപ്പൊ അവർക്ക് ഈവനിങ് ക്ലാസ് വെക്കുന്നത്. സ്പെഷ്യൽ ആയിട്ട് അവർക്ക് ക്ലാസ് വെക്കും ഫ്രൈഡേ ആൻഡ് സാറ്റർഡേസ്. അപ്പൊ ആ ഓർമ്മയിൽ ഞാൻ 13 ഇരിക്കുക. അപ്പൊ നമ്മുടെ ടെക്നിക്കൽ സപ്പോർട്ടർ റിജോയ പറഞ്ഞത് ടീച്ചറെ 15 ആണെന്ന്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ചെയ്തോളൂ പ്രെയർ പ്ലീസ്. ഗുഡ് ഈവനിങ്. മിസ്സേ, പ്രെയർ ചെയ്യാനാണേ. പ്രാർത്ഥനകൾ പാതയിൽ പൂക്കളായി വിരിയണം, പൂച്ചൊരിഞ്ഞ വീതികൾ പുണ്യവീതികളാകണം. പുണ്യവഴികളിലൂടെ നാം യാത്ര എന്നും ചെയ്യണം. യാത്ര ചെയ്യും വേളയിൽ ഈശ്വരനെ ഓർക്കണം. ഈശ്വരനാണെന്തലം, ഈശ്വരനാണെന്ധനം. പ്രാർത്ഥനകൾ പാതയിൽ പൂക്കളായി വിരിയണം, പൂച്ചൊരിഞ്ഞ വീതികൾ പുണ്യവീതികൾ ആകണം. ഓക്കെ, എന്തെയ്യണ്ടോ? മാം തോട്ട് പറയട്ടെ? Ma'am, good evening, ma'am. Today's thought: the goal of early childhood education should be to activate the child's own natural desire to learn. എന്ന് പറയുമ്പോൾ നമ്മള് ചൈൽഡ്ഹുഡിലെ എഡ്യൂക്കേഷന്റെ ഏറ്റവും വലിയ എയിം എന്ന് പറയുന്നത് നമ്മള് ചൈൽഡിന്റെ ജന്മസിദ്ധമായ ആഗ്രഹം, പഠിക്കാനുള്ള ആഗ്രഹം ആക്ടിവേറ്റ് ചെയ്യണമെന്നായിരിക്കണം. I repeat, the goal of early childhood education should be to activate the child's own natural desire to learn. Maria Montessori. Thank you, ma'am. ഹായ് മാം. ക്ലാസ് കാണുവാണോ? യെസ് പ്ലീസ്. ഹായ് മാം, ഞാൻ സൈൻ ഇൻ ആണ്. ഹായ് ഫ്രണ്ട്സ്, നാളെ ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനം. ക്യാൻസർ എന്ന രോഗത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണം വർദ്ധിപ്പിക്കാനും പ്രതിരോധ മാർഗങ്ങൾ പ്രചരിപ്പിക്കാനുമാണ് ഈ ദിനം ആചരിക്കുന്നത്. ക്യാൻസർ എന്നത് ശരീരത്തിലെ കോശങ്ങൾ നിയന്ത്രണം വിട്ട് അസാധാരണമായി വളരുമ്പോൾ ഉണ്ടാകുന്ന രോഗമാണ്. ഇന്ന് ജീവിതശൈലി രോഗങ്ങളിൽ ഒന്നായി ക്യാൻസർ മാറിക്കൊണ്ടിരിക്കുകയാണ്. പുകവലി, മദ്യപാനം, അനാരോഗ്യകരമായ ഭക്ഷണരീതി, വ്യായാമക്കുറവ്, മാനസിക സമ്മർദ്ദം എന്നിവ ക്യാൻസറിന് പ്രധാന കാരണങ്ങളാണ്. ക്യാൻസറിനെതിരെ പോരാടാനുള്ള ഏറ്റവും ശക്തമായ ആയുധം പ്രതിരോധവും നേരത്തെ കണ്ടെത്തലുമാണ്. ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക, ശാരീരിക വ്യായാമം പതിവാക്കുക, ദോഷശീലങ്ങളിൽ നിന്നും അകലം പാലിക്കുക, ആവശ്യമായ ആരോഗ്യ പരിശോധനകൾ നടത്തുക, ഇതെല്ലാം ക്യാൻസർ തടയുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നു. നമ്മൾ സ്വയം ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കുന്നതോടൊപ്പം നമ്മുടെ കുടുംബത്തെയും സമൂഹത്തെയും ബോധവൽക്കരിക്കാനുള്ള ഉത്തരവാദിത്വവും ഏറ്റെടുക്കണം. ഈ ലോക ക്യാൻസർ ദിനത്തിൽ
ആരോഗ്യമാണ് യഥാർത്ഥ സമ്പത്ത് എന്ന സന്ദേശം നമ്മൾ എല്ലാവരും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം. ഒരുമിച്ച് നമുക്ക് ക്യാൻസറിനെതിരെ ശക്തമായി നിലകൊള്ളാം. The theme for World Cancer Day on February 4, 2026 is United by Unique. As part of the 2025 to 2027 campaign, this theme highlights that every person's cancer journey is distinct while aiming to unite individuals and communities globally in the effort to reduce the burden of cancer. Thank you, ma'am. Sign in by Gopika S. Nair. നല്ലൊരു അവയർനെസ് അല്ലേ? ഓക്കെ, ഫൈൻ. നിങ്ങൾക്ക് കുറെ കൺഫ്യൂഷൻസ് ഉണ്ട് റിഗാർഡിങ് ടീച്ചിങ് പ്രാക്ടീസ്, റിഗാർഡിങ് റെക്കോർഡ്സും പ്രാക്ടിക്കൽ സെഷൻ ഓഫ് നേരിട്ട് വന്നുള്ള പ്രാക്ടിക്കൽ സെഷനുമായിട്ട് കണക്ഷൻ ഉണ്ടോ, അങ്ങനെ കുറെ കൺഫ്യൂഷൻസ് ഉണ്ടല്ലേ. പ്രാക്ടിക്കൽ സെഷന് വളരെ കൂളായിട്ട് നിങ്ങൾക്ക് വരാം. അതിന് ഒട്ടും നമ്മൾ കമ്പൽസറി ആയിട്ട് റെക്കോർഡ് കംപ്ലീറ്റ് ആകണമെന്നോ അസൈൻമെന്റ് കംപ്ലീറ്റ് ആവണമെന്നോ നിങ്ങൾക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന മെറ്റീരിയൽസ് കംപ്ലീറ്റ് ചെയ്തിരിക്കണമെന്നോ യാതൊരു നിർബന്ധവുമില്ല. ഇറ്റ്സ് യുവർ റൈറ്റ്. ആ പ്രാക്ടിക്കൽ ക്ലാസ് എന്നുള്ളത് നിങ്ങളുടെ റൈറ്റ് ആണ്. നിങ്ങൾക്ക് അവിടെ അതിന് വേണ്ടുന്ന ഒരു സ്പേസും എല്ലാ സൗകര്യങ്ങളും ചെയ്ത് തരിക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ഉദ്ദേശം. പിന്നെ അതിന് ഓൺലൈനായിട്ട് ഡെമോൺസ്ട്രേഷൻ ഉണ്ടാകും പ്രാക്ടിക്കൽ സെഷന്റെ. അത് ചിലപ്പോൾ മേ ബി 2 സെഷൻ കൊണ്ടൊക്കെ തീരുള്ളൂ. കാരണം ഓൾമോസ്റ്റ് ഒരു 26 മെറ്റീരിയൽസ് ഉണ്ട് നമുക്ക് 4 ഏരിയയിലായിട്ട്. അപ്പൊ അത്രയും മെറ്റീരിയൽസ് നമ്മൾ ഡെമോൺസ്ട്രേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഒരു 4 hours 5 hours-നൊക്കെ അടുത്ത് ചിലപ്പോൾ ആകേണ്ട വരും. ഡിപ്പെൻഡിങ് ഓൺ ദ ക്ലാസ്സിന്റെ ആ ഒരു ക്ലൈമറ്റിനനുസരിച്ച് ഡൗട്ട്സ് കൂടുതൽ വരുവാണെങ്കിൽ വീണ്ടും നീണ്ടുപോകും. അപ്പൊ ഞാൻ പ്രീവിയസ് 14 ബാച്ചിന് ഞാനൊരു 4 hours എടുത്തിട്ടാണ് 2 സെഷനായിട്ട് ഡെമോൺസ്ട്രേഷൻ ഓൺലൈൻ ആയിട്ട് തീർത്തത്. ആ ഓൺലൈൻ കഴിയുമ്പോഴാണ് നമ്മൾ ഓഫ്ലൈൻ ആയിട്ട് നേരിട്ടുള്ള പ്രാക്ടിക്കൽ സെഷൻ. അതിന് വരുമ്പോൾ നിങ്ങളുടെ റെക്കോർഡ് ബുക്ക് കംപ്ലീറ്റ് ആകണമെന്നോ അസൈൻമെന്റ് കംപ്ലീറ്റ് ആകണമെന്നോ ചെയ്യേണ്ട വർക്കുകൾ കംപ്ലീറ്റ് ആകണമെന്നോ ഒരു നിർബന്ധവും ഇല്ല. കംപ്ലീറ്റ് ആയവർക്കുള്ള ഒരു പ്രിവിലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ റെഡി ആണെങ്കിൽ ആ സമയത്ത് വൈവ ചെയ്യാം. അപ്പൊ വൈവ അങ്ങ് തീർന്നു കിട്ടും, അത്രേ ഉള്ളൂ. വൈവ എൻറ്റയർലി ഫോക്കസിങ് ഓൺ പ്രാക്ടിക്കൽസ് ആണ്. തിയറിയുമായിട്ട് വൈവയ്ക്ക് യാതൊരു കണക്ഷൻ നമ്മൾ കൊടുക്കുന്നില്ല. കാരണം പ്രാക്ടിക്കൽ ഐഡിയാസ് എങ്ങനെയുണ്ട്, നിങ്ങൾ ചെയ്ത അസൈൻമെന്റ് ഒക്കെ എങ്ങനെയാണ്, റെക്കോർഡുകൾ നിങ്ങൾ എങ്ങനെ എഴുതി, മെറ്റീരിയൽസ് ഉണ്ടാക്കിയിരിക്കുന്നത് എങ്ങനെയാണ്, സർവേ ചെയ്തപ്പോൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് വൈവയിൽ വരുന്നുള്ളൂ. പിന്നെ മറിയാം മോണ്ടിസോറി ഡിസൈൻ ചെയ്ത മെറ്റീരിയൽസ്, നമ്മൾ പ്രാക്ടിക്കൽ ചെയ്ത മെറ്റീരിയൽസിലെ അത് ആ പ്രാക്ടിക്കലിന്റെ അന്ന് തന്നെ അതിനെ കുറിച്ച് ചോദിച്ചാൽ പെട്ടെന്ന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. വേറൊരു ദിവസം ആകുമ്പോൾ മറന്നു പോകും. അല്ലെങ്കിൽ അങ്ങനെ അത്രയും നമ്മളത് മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കണം. ഇതാണ് ശരിക്കുള്ള കഥ. ഇപ്പൊ പ്രാക്ടിക്കലിന് വരുമ്പോൾ വളരെ ഹാപ്പി ആയിട്ട് വരിക. ഡേറ്റ് എന്നാന്നുള്ളത് എനിക്കിപ്പോ കൺഫേം ചെയ്ത് പറയാൻ പറ്റില്ല. കാരണം ഞാനൊരു റിക്വസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ എല്ലാവരും ഓക്കെ ആണെങ്കിൽ മാത്രമാണ് അത് മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ. അതായത് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സാറ്റർഡേ 7th 14 പ്രാക്ടിക്കൽ സെഷനാണ് നേരിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് പറ്റില്ല. പിന്നെ നെക്സ്റ്റ് സാറ്റർഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 10 and 11 കോൺവെക്കേഷനാണ്. അപ്പൊ അന്നും നടക്കില്ല. അപ്പോ പിന്നെ എനിക്ക് തോന്നുന്നു 18 തുടങ്ങി മറ്റേ പുണ്യമാസം നോമ്പ് സ്റ്റാർട്ട് ചെയ്യുവാണ് അല്ലെ. അപ്പൊ നമുക്ക് നോമ്പ് തുടങ്ങി പെരുന്നാൾ വരെ കോൺവെക്കേഷനോ പ്രാക്ടിക്കൽ സെഷൻസോ ഒന്നും നമ്മൾ വെക്കില്ല. ട്രാവൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ടും ആ ഒരു അത്ര ദൂരമൊക്കെ നോമ്പ് പിടിച്ച് വരാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് നോമ്പ് തുടങ്ങുന്നതിന് മുമ്പ് കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ഡേ, അത് നമുക്ക് വീക്കെൻഡ്സ് കിട്ടാനില്ല. കാരണം 7 ഓൾറെഡി എൻഗേജ്ഡ് ആണ്, 14 ഓൾറെഡി എൻഗേജ്ഡ് ആണ്. അതുകൊണ്ട് വീക്ക് ഡേയ്സ് മൺഡേ ടു ഫ്രൈഡേയില് ഒരു ദിവസം എടുത്ത് ക്ലാസ് കുട്ടികൾ റെഡി ആണെങ്കിൽ മാത്രം, ടീച്ചേഴ്സിന് വേണ്ടിയിട്ടല്ല കേട്ടോ, ആണെങ്കിൽ മാത്രം നമുക്ക് സെഷൻ വെക്കാം. അല്ലെങ്കിൽ പെരുന്നാളിന് ശേഷം. ഇറ്റ്സ് അപ് ടു യു, നിങ്ങൾക്ക് തീരുമാനിക്കും. ഞാൻ അങ്ങനെ ഒരു സജഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മാം പറയാന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ പ്രാക്ടിക്കൽസിന് വരുമ്പം നമ്മുടെ റെക്കോർഡ്സ് ഒന്നും കൊണ്ടുവരണ്ട. അപ്പൊ നമ്മൾ എപ്പോഴായിരിക്കും റെക്കോർഡ്സ് സബ്മിറ്റ് ചെയ്യേണ്ട മിസ്സേ? അന്ന് സബ്മിറ്റ് ചെയ്യാനൊന്നും നമ്മൾ പറയുന്നില്ല. ഇതൊരു വിർച്വൽ പ്ലാറ്റ്ഫോം ആണ്. നമ്മൾ കമ്പൽസറി ആയിട്ട് കുട്ടികളോട് അതിനകത്ത് സൈൻ വേണം, നിങ്ങൾ സീല് വെച്ചേ പറ്റൂ എന്നൊന്നും പറഞ്ഞിട്ടില്ല. നമ്മൾക്ക് ഫസ്റ്റ് ബാച്ചിലെ കുട്ടികൾ ഇങ്ങോട്ട് തന്നൊരു സജഷൻ ആയിരുന്നു, ഞങ്ങൾ ഇത്രയും എഫേർട്ട് എടുത്ത് ചെയ്തതല്ലേ, ഞങ്ങൾക്ക് അതിനൊരു വാല്യൂ വേണം, അതുകൊണ്ട് ഞങ്ങൾ കൊണ്ടുവന്നാൽ ഞങ്ങൾക്ക് സൈനും സീലും തരുമെന്ന്. അങ്ങനെയാണ് സീല് വരെ ഉണ്ടാക്കിയത്.
അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു ഇതിങ്ങനെ പോകുന്നു. അപ്പൊ കുട്ടികൾക്ക് എല്ലാവർക്കും ഞങ്ങൾ അത്രയും കാരണം നമ്മൾക്കറിയാം, നമ്മളൊരു വർക്ക് ചെയ്ത് നമുക്ക് അതിനൊരു സീല് കിട്ടി സൈൻ കിട്ടുമ്പോൾ നമുക്കത് അല്ലെ, നമുക്കൊരു സന്തോഷമല്ലേ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വരുന്ന സമയത്ത് അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇനി അഥവാ എല്ലാം ഒന്നും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, ഏതെങ്കിലും ഒരെണ്ണാണെങ്കിൽ പോലും കൊണ്ടുവന്നാൽ സൈൻ തരാന്ന് പറയും. കോൺവെക്കേഷന് വരുമ്പോഴും കുട്ടികൾ കൊണ്ടുവരാറുണ്ട്. പക്ഷെ അപ്പൊ നമ്മളൊരു കാര്യം പറഞ്ഞുള്ളൂ, ഫംഗ്ഷൻ കഴിയാതെ സൈൻ ചെയ്യാൻ പറ്റില്ല. കാരണം എല്ലാവരും ഫംഗ്ഷനിലായിരിക്കും. നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി, എനിക്ക് ഇതൊന്ന് സൈൻ ചെയ്ത് തരുമെന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സിന് താഴെ ഇറങ്ങി വന്ന് സൈൻ ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. അതുകൊണ്ട് അല്ലെങ്കിൽ പിന്നെ അത്രയും നമ്മൾ ദൂരെ നിന്നാണ് അങ്ങനെയൊക്കെ പറയുമ്പോഴേക്കും ഔട്ട് ഓഫ് ദ വേ നമ്മൾ 1-2 പേർക്കൊക്കെ ചെയ്ത് കൊടുക്കുമ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഞാൻ ഒരു ദിവസം ഒരാൾക്ക് സൈൻ ചെയ്യാൻ വേണ്ടി കോൺവെക്കേഷൻ ഇടയ്ക്ക് ഇരുന്നതാ. അവിടെ നിന്ന് ഞാൻ എണീറ്റത് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ഫംഗ്ഷൻ കഴിഞ്ഞിട്ടേ നമുക്ക് സൈൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കാരണം സർട്ടിഫിക്കറ്റ്സ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുകയല്ലേ. അപ്പൊ ഒരാൾക്ക് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ സർട്ടിഫിക്കറ്റ് വാങ്ങാനായിട്ട് വന്ന് നിൽക്കണവർ അയ്യോ മിസ് ഇറങ്ങിപ്പോയല്ലോ, അങ്ങനെ ഒരു വിഷമം വേണ്ട. അറ്റ്ലീസ്റ്റ് നമ്മുടെ ഒരു പ്രസൻസ് അവിടെ ഉള്ളത് തന്നെ കുട്ടികൾക്ക് സന്തോഷം കൊടുക്കുന്നത് നമ്മളില്ലെങ്കിൽ തന്നെ. ഓക്കെ, അപ്പം അന്ന് ആലോചിക്കുക. അങ്ങനെ ഒരു വീക്ക് ഡേയ്സ് ഞാൻ മാമിനോട് ചോദിച്ചിട്ടുണ്ട്. മാം അത് പറയാന്ന് പറഞ്ഞു. പക്ഷെ ജോലിക്ക് പോകുന്നവരുണ്ട്. അപ്പൊ ചിലപ്പോൾ ചിലർക്ക് വീക്കെൻഡ്സിലേ പറ്റുള്ളൂ, സാറ്റർഡേയെ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാറ്റർഡേ ഉള്ള ഒരു ഓപ്ഷൻ. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ കോൺവെക്കേഷൻ നടക്കാത്ത സാറ്റർഡേ വേണമെന്ന്. കാരണം കോൺവെക്കേഷൻ വേറെ പല പല കോഴ്സിന്റെ ഒക്കെ കോൺവെക്കേഷൻ നടക്കുന്ന സാറ്റർഡേ ആവുമ്പോൾ നമുക്ക് നിങ്ങൾ കുറെ പേര് വരുന്ന ഒരു ബാച്ച് ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷയും ആഗ്രഹവും. അപ്പോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ചിലപ്പോൾ അവൈലബിൾ സ്പേസിൽ നമുക്ക് ചെയ്യാൻ പറ്റാതെ വരും, മറ്റേ ക്രൗഡും എല്ലാം കൂടെ വരുമ്പോൾ. അതുകൊണ്ട് അങ്ങനെ ഒരു ഫംഗ്ഷൻ നടക്കാത്ത ഒരു ദിവസം അങ്ങനെ നോക്കുമ്പോൾ വീക്ക് ഡേയ്സ് ആണ് അപ്രോപ്രിയേറ്റ് ആയിട്ട് തോന്നുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു സാറ്റർഡേക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. കാരണം പെരുന്നാളിൽ കഴിയുന്ന ഉടനെ വരുന്ന സെക്കൻഡ് സാറ്റർഡേയും 4th സാറ്റർഡേയും 12th ബാച്ചിന്റെ കോൺവെക്കേഷൻ ആയിരിക്കും. കാരണം അവർ വെയിറ്റ് ചെയ്യാം, പെരുന്നാൾ കഴിയണവരെ ആവണം. അവരുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു, പെരുന്നാൾ കഴിയുമ്പോഴേക്കും അവരുടെ കോൺവെക്കേഷന്റെ ടൈം. അപ്പൊ നമുക്കൊരു സാറ്റർഡേ അങ്ങനെ പോകും. പിന്നെ അടുത്ത 13 ബാച്ചിന്റെ വരും. പിന്നെ അതിനിടയ്ക്കിലൂടെ മറ്റ് കോഴ്സുകളുടെ കോൺവെക്കേഷനും കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും നമുക്ക് സാറ്റർഡേസ് എന്ന് കിട്ടും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ആലോചിച്ചിട്ട് പറയൂ. ഏതെങ്കിലും ടീച്ചറോട് പറഞ്ഞാലും മതി, അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി അറിയിച്ചാലും മതി. കാരണം 18-ാം തീയതിക്ക് മുമ്പ്, അപ്പൊ 18-ാം തീയതിയുടെ തലേ ദിവസം ഒന്നും പറയരുത്. കാരണം നോമ്പ് തുടങ്ങുന്ന 18-ാം തീയതി ആണെങ്കിൽ കുറെ പ്രിപ്പറേഷൻസ് ഒക്കെ കാണുമായിരിക്കും, 17th 16th ഒക്കെ. അപ്പൊ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ. പിന്നെ ഐ എം നോട്ട് ഷുവർ 18-ാം തീയതി തന്നെയാണോ തുടങ്ങുന്നത്, ഇനി 17-ാം തീയതിക്ക് പോവോ 19-ാം തീയതിക്ക് പോവോ എന്നൊക്കെ നമുക്ക് ആ ദിവസത്തിന് അടുത്തെത്തുമ്പോഴാണ് അറിയാൻ പറ്റുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ആലോചിക്കും. അല്ലെങ്കിൽ പെരുന്നാൾ കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ, അതിന്റെ ഇടയ്ക്ക് ഉണ്ടാവില്ല. ആലോചിക്കും. കുറെ പേരൊക്കെ ടീച്ചിങ് പ്രാക്ടീസ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ ഫീഡ്ബാക്ക് ഒക്കെ കിട്ടി. കംപ്ലീറ്റ് ആയിട്ടില്ല, ഇത്ര ദിവസം ചെയ്താൽ മതിയോന്ന് എന്നോട് ഇങ്ങനെ ജയശ്രീ ചോദിച്ചു. അപ്പൊ ജയശ്രീക്ക് ഞാൻ അതിന് ഒരു റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാലും നിങ്ങളോടും കൂടെ പറയുവാണ്, ഞങ്ങൾക്ക് കോഴ്സിന്റെ ഭാഗമായിട്ട് 10 to 15 days എന്നാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, നമ്മള് ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ സാറ്റിസ്ഫൈഡ് ആകുന്ന ഒരു മൊമെന്റ് വരുമല്ലോ. യെസ്, ഐ ഹാർഡ് ഡൺ ബെറ്റർ എന്ന് നമുക്ക് തോന്നുക. ഞാൻ വളരെ നന്നായിട്ട് തന്നെ ചെയ്തു, കുട്ടികളുമായിട്ട് ആ ഒരു റാപ്പോ ആ ഒരു ബോണ്ടിങ് വന്നു. അങ്ങനെ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ, വെരി ഗുഡ് എക്സ്പീരിയൻസ്. ആ ഒരു ഫീല് വരുമ്പോ നിങ്ങൾക്ക് ടീച്ചിങ് പ്രാക്ടീസ് ഇനഫ് എന്ന് തോന്നാം. ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്യാൻ തോന്നും, ദാറ്റ്സ് ഇനഫ്. അല്ലാതെ ഇത്ര ദിവസം കമ്പൽസറി അതും ഇല്ല കേട്ടോ. ചിലര് 3 months ചെയ്യുന്നവരുണ്ട്, ചിലർ 10 days അല്ലെങ്കിൽ 15 days കൊണ്ട് നിർത്തുന്നവരുണ്ട്, 20 days മാത്രം ചെയ്യുന്നവരുണ്ട്. ഇറ്റ്സ് അപ് ടു. ഓക്കെ മിസ്സേ, പിന്നെ ഒരു ഡൗട്ട് ഉള്ളത് മിസ്സേ, നമുക്ക് എക്സ്പീരിയൻസിന്റെ സർട്ടിഫിക്കറ്റ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണോ അതോ നമ്മൾ പോകുന്ന സ്കൂളിൽ നിന്നാണോ തരുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്? ശരിക്കും ഞാനൊക്കെ പോയ സമയത്ത് ഒരു കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് പോലെയാണ് തന്നത്. ക്യാരക്ടർ ആൻഡ് കോണ്ടാക്ട് ആർ ഗുഡ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് അവർ പ്രൊവൈഡ് ചെയ്യുമായിരുന്നു. എക്സ്പീരിയൻസ് നമുക്ക് പറയാൻ പറ്റില്ല, ടീച്ചിങ് പ്രാക്ടീസ് ആണല്ലോ, ജോബൊന്നും അല്ലല്ലോ. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ അവർ തരാം. ഈ ദിവസം തുടങ്ങി ഈ ദിവസം വരെയും ഇവിടെ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്തു, കോണ്ടാക്ട് ആൻഡ് ക്യാരക്ടർ ആർ ഗുഡ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് എനിക്ക് കിട്ടിയിരുന്നത് അന്ന് സർട്ടിഫിക്കറ്റ്.
നമ്മള് ചിലപ്പോ ചിലര് വളരെ ഫ്ലെക്സിബിൾ ആയിരിക്കും, നമ്മൾ പറയുന്ന രീതിയിൽ അവർ സർട്ടിഫിക്കറ്റ് തരും. ഗവൺമെന്റ് സ്കൂളുകളൊക്കെ ഇച്ചിരി ടഫ് ആയിരിക്കും അങ്ങനെ കിട്ടാൻ, അവരവരുടെ ലെറ്റർ ഹെഡിലൊന്നും തരും. അല്ല മാം, ഞാൻ ഗവൺമെന്റ് സ്കൂളിലാണ് ചെയ്യുന്നത്. അപ്പൊ എന്നെ AEO ഓഫീസിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നോട് ചോദിച്ചു, ഗോപിക എത്ര ദിവസത്തേക്കാണ് ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞത് 15 to 22 days ആണ് സാർ ഞങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞപ്പോ ഓക്കെ 22 ഡേയ്സിലേക്കുള്ള മെയിൽ ഞാൻ സ്കൂളിലേക്ക് അയച്ചേക്കാമെന്ന് AEO പറഞ്ഞു. അങ്ങനെയാണ്. അപ്പോ എനിക്ക് തോന്നുന്നു നമുക്ക് അവിടുന്ന് AEOയുടെ ഇതായിട്ടായിരിക്കും തരുന്നത്, അതായിരിക്കാം. അവര് നേരിട്ടായിരിക്കും അതിന് ഇന്റർവെൻഷൻ നടത്തുന്നത്. എന്നാണ് ജോയിൻ ചെയ്തതെന്ന് ചോദിച്ചു. 19th തന്നെ ജോയിൻ ചെയ്തോന്നും ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ 19th തന്നെ ജോയിൻ ചെയ്തു. ഇതിന്റെ ഇടയ്ക്ക് ലീവ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താണോ അത് അറ്റൻഡൻസിൽ മാർക്ക് ചെയ്തേക്കണം എന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ സാർ എന്ന് പറഞ്ഞു. അപ്പം നമ്മളെ ഇങ്ങോട്ട് വിളിച്ചാണ് അത് അന്വേഷിച്ചത് AEO ഓഫീസിൽ. അവർക്ക് ചില ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടാവുമായിരിക്കും. അല്ലാതെ സ്കൂളുകളിലെ മാനേജ്മെന്റിന് ഡിസൈഡ് ചെയ്യാലോ, ഫ്ലെക്സിബിൾ ആയിരിക്കും കുറച്ചുകൂടി. മറ്റേത് സ്കൂൾ അതോറിറ്റീസിന് ഡയറക്റ്റ് ഇൻവോൾവ് ചെയ്യാൻ പറ്റില്ലായിരിക്കും ഗവൺമെന്റ് സ്കൂളില്. അതുകൊണ്ടാണ് AEO ഓഫീസ് തന്നെ അത് ചിലപ്പോ എന്തെങ്കിലുമൊക്കെ അതിന് പ്രീവിയസ് എന്തെങ്കിലുമൊക്കെ ഇതുപോലെ നടന്നത് എന്തെങ്കിലും ശരിയാകാതെയോ അങ്ങനെയൊക്കെ ഉണ്ടാവുമായിരുന്നു കാണുമായിരിക്കും. മാം നമ്മള് ഇന്റേൺഷിപ്പിന് പോയപ്പോ കുറച്ച് പേടി ഉണ്ടായിരുന്നു മിസ്. കുട്ടികളുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോ അത് മാറി. ഗവൺമെന്റ് സ്കൂളിൽ പോകുമ്പോൾ AEOയുടെ ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ഇന്റേൺഷിപ്പ് ചെയ്യാനുള്ള അനുവാദം തരുള്ളൂ. അപ്പൊ എനിക്ക് ആദ്യം നമ്മുടെ സ്മാർട്ട് ശ്രീന്ന് എന്റെ പേരിലായിരുന്നു 2 വെച്ച് എന്റെ പേരിലായിരുന്നു നമുക്ക് ആ ഇത് തന്നത്, കൺസെന്റ് ലെറ്റർ തന്നത്. അപ്പൊ ഞാൻ അതാണ് കൊണ്ടുപോയത്. അപ്പം അവിടെ ചെന്നപ്പോഴാണ് നല്ലൊരു AEO ആയതുകൊണ്ടാണ് എനിക്ക് നേരിട്ട് സ്മാർട്ട് ശ്രീന്ന് തന്നെ ഇമെയിൽ അയച്ചാൽ മതി. അങ്ങനെ മെയിൽ ID എനിക്ക് പേഴ്സണലായിട്ട് തന്നിട്ട് പറഞ്ഞു, ഇത് നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കൊടുത്താൽ മതി, എനിക്ക് തന്നാൽ മതി, നേരിട്ട് അയച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ നമ്മൾ ആദ്യം നമുക്ക് സ്കൂളുമായിട്ടല്ല ബന്ധം, ഇത് AEOയുടെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഗവൺമെന്റ് സ്കൂളിലും അൺഎയ്ഡഡ് സ്കൂളിലും നമുക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതും അവിടെ വിളിച്ച് ചോദിക്കും, നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? AEO തന്നെ നേരിട്ട് ചോദിക്കും സ്കൂളില്, ഇങ്ങനെ ഒരാളെ അവിടെ ഇന്റേൺഷിപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന്. അങ്ങനെ എനിവേ നിങ്ങൾക്ക് എല്ലാവരും നല്ല എക്സ്പീരിയൻസ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നു. പിന്നെ മാം വേറെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ മാം. ഇപ്പൊ നമ്മളുടെ ഗവൺമെന്റ് സ്കൂളുകളില് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു അതായത് SSK അതുമായിട്ട് ബന്ധപ്പെട്ട് വർണ്ണക്കൂടാരം എന്നും പറഞ്ഞാണ് ഇപ്പൊ പ്രീ പ്രൈമറി ക്ലാസ്സസ് എല്ലാം ഫോളോ ചെയ്യുന്നത്. പക്ഷെ നമുക്ക് അവിടെ ചെന്നപ്പോ ഇതുവരെ നമ്മള് ഗവൺമെന്റ് സ്കൂളിൽ അങ്ങനെ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കാതെയാണ് പോയത്. എനിക്കിപ്പോ മെനഞ്ഞാന്നായിരുന്നു ഉദ്ഘാടനം നടന്നത്, വെള്ളിയാഴ്ച 30-ാം തീയതി. അന്നേരമാണ് നമുക്ക് മനസ്സിലായത് നമ്മുടെ മോണ്ടിസോറി മെത്തേഡിലാണ് കൂടുതലും അതിൽ വന്നേക്കുന്നത്. അവർ ഓരോ കാര്യങ്ങളും അതിനകത്ത്, അതായത് ഇടം എല്ലാം മലയാളത്തിലാണെന്നേ ഉള്ളൂ മാം, എല്ലാം മലയാളത്തിലാണ് പേര് ചേർത്തേക്കുന്നത്. അതായത് സംഗീത ഇടം, കളിയിടം, ഗണിത ഇടം, ഭാഷാ ഇടം, ഇങ്ങനെയാണ് ഓരോന്ന്. അങ്ങനെ ഈ ഞാൻ പോകുന്ന സ്കൂളിൽ 13 ഇടമാണ് LKG UKGക്ക് ഉള്ളത്. അത് ചെന്ന് കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ പഠിക്കുന്ന അതിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ. ഞാൻ ഇതുവരെ പോയിട്ടും എനിക്ക് അങ്ങനെ ഒന്നും വന്നില്ലായിരുന്നു. പക്ഷെ ഇപ്പോ തിങ്കളാഴ്ച ഇന്നലെ മുതൽ ഞാൻ പോയപ്പോ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നു, കാണിച്ചു കൊടുത്ത് നമ്മള് ഡ്രസ്സസ് ഒക്കെ നമുക്ക് ഇട്ട് അവർക്കൊരു സ്റ്റേജ് ഉണ്ട്, കളിയരങ്ങിടം, ആ സ്റ്റേജിലാണ് അവർ പെർഫോം ചെയ്യേണ്ടത്. അത്രയ്ക്കും ഭയങ്കര ഇതായിട്ട് ഗവൺമെന്റ് അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. അതായത് SSK ആയിട്ട് ബന്ധപ്പെടുത്തിയാണ് ഇത് വന്നേക്കുന്നത്. ഇനിയിപ്പോ എല്ലാ ഗവൺമെന്റ് സ്കൂളുകളിലും സെയിം പേര് തന്നെയാണ്, വർണ്ണക്കൂടാരം തന്നെയാണ് പേര്, അങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. യെസ്, ഗുഡ്. അതായത് ഓരോ ഏരിയ ആയിട്ട് മോണ്ടിസോറി എൻവയോൺമെന്റിൽ ഓരോ ഏരിയ ആയിട്ട് തിരിച്ചിരിക്കുന്ന പോലെ. ഓക്കെ ഫൈൻ. അപ്പൊ നിങ്ങളുടെ പാർട്ട് 1 ആൻഡ് പാർട്ട് 2 എഡ്യൂക്കേഷൻ സൈക്കോളജി ആദ്യം മിസ് എടുത്ത് കഴിഞ്ഞു. കഴിയും. ഓക്കെ, സോ മൺഡേ ടേം എക്സാമിനേഷൻ 1 അല്ലെ. എക്സാമിനെ കുറിച്ച് ഓർത്ത് ടെൻഷൻ ഒന്നും വേണ്ട. കാരണം നമ്മൾക്ക് മെയിൻ എക്സാമിനുള്ള ഒരു പ്രാക്ടീസ്, ഒരു മോഡൽ, 2 മോഡൽ എക്സാംസ് ആണ്, ടേം 1ഉം ടേം 2. ടേം 1 എന്ന് പറയുന്നത് പാർട്ട് 1 ആൻഡ് 2 ആണ്. അതിനകത്ത് 40 ക്വസ്റ്റ്യൻ ആയിരിക്കും പാർട്ട് 1 ആൻഡ് 2 നിന്ന് വരുന്നത്. സാറ്റർഡേ അല്ലേ എക്സാം? 7th സാറ്റർഡേ. ഓക്കെ, പിന്നെ ടേം 2 നമ്മുടെ പാർട്ട് 3 ആൻഡ് 4 കഴിയുമ്പോൾ അഗെയിൻ ടേം 2 എക്സാമിനേഷൻ വരും. അവിടെ 40 ക്വസ്റ്റ്യൻ 3 ആൻഡ് 4 നിന്ന്, ബാക്കി 10 ക്വസ്റ്റ്യൻസ് അപ്പോഴെടുത്ത് ഇംഗ്ലീഷിൽ നിന്നായിരിക്കും. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് സ്റ്റഡി ലീവ്
ഈ ടേം 2 എക്സാമിനേഷൻ കഴിയുമ്പോൾ, അതായത് ഇനിയിപ്പോ എന്ന് ചോദിച്ചോട്ടെ, പാർട്ട് 1 and 2 കഴിഞ്ഞു, ആതിര മിസ് പാർട്ട് 4 സ്റ്റാർട്ട് ചെയ്തു എന്ന് എന്നോട് പറഞ്ഞു നേരത്തെ അല്ലെ? പാർട്ട് 3 ആരെങ്കിലും എടുത്തു തുടങ്ങിയോ? ഞാൻ ഇന്ന് പാർട്ട് 3 സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ ഒരു ഇൻട്രോ തരും. സാറ്റർഡേ ചിലപ്പോ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലായിരിക്കും എന്നാണ്. നമ്മുടെ ആനുവൽ എക്സാം ഏതായിരിക്കും? നമുക്ക് പാർട്ട് 2 അല്ല, പാർട്ട് 3യും പാർട്ട് 4ഉം ഇംഗ്ലീഷും കഴിയുമ്പോഴാണ് ആനുവൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏകദേശം ഞാനൊരു അപ്രോക്സിമേറ്റ് മന്ത് പറയാം, ഡേറ്റ് ഒന്നും കൺഫേം ആയിട്ടില്ല. ഇപ്പൊ മന്ത് ഏതാ? ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ലാസ്റ്റ് ഒക്കെ ആവുമ്പോഴേക്കും, ലാസ്റ്റ് അല്ലെങ്കിൽ മെയ് 1 ഒക്കെ ആവുമ്പോഴേക്കും നിങ്ങളുടെ ആനുവൽ എക്സാം തുടങ്ങും. ആനുവൽ എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്ലോമ PGയുടെ കോമൺ സബ്ജക്ട്, അതായത് മോഡ്യൂൾ 1 ആൻഡ് മോഡ്യൂൾ 2. മോഡ്യൂൾ 3 എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രാക്ടിക്കൽ സെഷൻ ആണ്. അതിന്റെ ഒരു ബ്രീഫിംഗ് സെഷൻ, നിങ്ങൾ പ്രാക്ടിക്കൽ സെഷൻ അറ്റൻഡ് ചെയ്യാൻ വരുന്നതിന് മുമ്പ് ഞാൻ ക്ലാസ് എടുക്കും. ഓക്കെ, സോ ഇതാണ്. പിന്നെ ഓക്കെ, അപ്പൊ ആ ഒരു ടൈം ആകുമ്പോൾ ഒരു അപ്രോക്സിമേറ്റ് ടൈം ആട്ടോ ഞാൻ പറഞ്ഞത്. കാരണം പാർട്ട് 3യും പാർട്ട് 4ഉം കഴിയണം, ഇംഗ്ലീഷ് കഴിയണം, അത് കഴിയണം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ, പ്രാക്ടിക്കൽ സെഷൻ കഴിഞ്ഞാൽ വൈവയ്ക്ക് വേണ്ടിയിട്ട്, പ്രാക്ടിക്കൽ സെഷൻ കഴിഞ്ഞ് കുറച്ചും കൂടെ കഴിയുമ്പോഴായിരിക്കും വൈവയ്ക്ക് വേണ്ടി റെഡി ആയിരുന്നുള്ളൂ. വൈവയുടെ സ്ലോട്ട് ഇടാൻ തുടങ്ങും. നിങ്ങൾ ഇൻഫോം ചെയ്തിട്ടേ സ്ലോട്ട് ഇടുള്ളൂ. പിന്നെ PGയുടെ ക്ലാസ് മാർച്ച്, ഏപ്രിൽ, മെയ് ഒക്കെ ആവുമ്പോഴേക്കും PGയുടെ ക്ലാസ് പാരലൽ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ ഡിപ്ലോമ PG കുട്ടികളുടെ കോമൺ സബ്ജക്ട് മോഡ്യൂൾ 1 മോഡ്യൂൾ 2 ചെയ്തുകൊണ്ടിരിക്കുന്നതിനൊപ്പം തന്നെ പാരലലി വേറൊരു സ്ലോട്ടില് PGയുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. കാരണം നമുക്ക് ഡിലേ ഇല്ലാതെ എക്സാം രണ്ടുപേർക്കും, PGക്കും ഡിപ്ലോമയ്ക്കും സെപ്പറേറ്റ് എക്സാം ഇല്ല. കോമൺ സബ്ജക്ട് നിങ്ങൾ ഒരുമിച്ച് എഴുതുന്നു, PGക്കാരുടെ ആ 2 സബ്ജക്ട് പിന്നെ എഴുതുന്നു. അങ്ങനെയാണ് കേട്ടോ, അല്ലാണ്ട് വേറെ എക്സാം ഇല്ല. അതായത് 7 സബ്ജക്ട് നിങ്ങൾ ഒരുമിച്ചാണ് എഴുതുന്നത്. 8ാമത്തെയും 9ാമത്തെയും സബ്ജക്റ്റ് ആണ് PGയുടെ. അതാണ് PGക്കാര് മാത്രമായിട്ട് എഴുതുന്നത്. ഓക്കെ, അപ്പോ PGയുടെ ക്ലാസ് തുടങ്ങി ഒരു 10 days 15 days ഒക്കെ കഴിയുമ്പോഴാണ് PG കുട്ടികളുടെ വൈവ തുടങ്ങുള്ളൂ. അത്രയും സമയം നിങ്ങൾക്ക് കിട്ടും. അതേസമയം അതിനു മുമ്പ് ഡിപ്ലോമക്കാരുടെ വൈവ സ്റ്റാർട്ട് ചെയ്യും. കാരണം അതൊന്ന് ഒതുങ്ങി കഴിയുമ്പോൾ PGക്കാരുടെ മാത്രം പിന്നെ നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പ്രാക്ടിക്കൽ സെഷൻ എന്ന് വേണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുക, ഇൻഫോം ചെയ്യുക. പക്ഷെ എന്താ പറയാ, 18th മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 14th കോൺവെക്കേഷൻ കഴിഞ്ഞ് 16, 17 അങ്ങനെ 2 ദിവസമേ ഉള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. അതിന്റെ ഇടയ്ക്ക് വേറെ ദിവസം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എനിവേ, കാരണം വെച്ചാൽ നേരത്തെ പറയണമല്ലോ, ടിക്കറ്റ് ഒക്കെ ദൂരെ നിന്ന് വരുന്നവർക്ക് ബുക്ക് ചെയ്യണമെങ്കിൽ. പിന്നെ 12th ഒക്കെ പറ്റുമോ എന്നുള്ളത് അറിയില്ല. അതൊക്കെ എന്തായാലും ഒരാഴ്ച മുമ്പ് നിങ്ങളെയും ഇൻഫോം ചെയ്യണമല്ലോ, ഡേറ്റ് കൺഫേം ആക്കി കഴിഞ്ഞാൽ. മിസ് ഡേയ്സിനുള്ളിൽ തീരുമാനിക്കണം എന്ന് പറയണം മിസ്. അതായത് ഡേറ്റ് പറയണം മിസ്. അറിഞ്ഞപ്പോഴായിരുന്നു പാർട്ട് 4 യൂണിറ്റ് 1 അശ്വതി മിസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, സ്കൂൾ മാനേജ്മെന്റ്. യൂണിറ്റ് 6 ആതിര മിസ്. ആതിര മിസ് അല്ല, അശ്വതി മിസ് അല്ലേ? ആദ്യം ആതിര മാം സ്ട്രക്ചർ ഓഫ് ക്ലാസ് റൂം എടുത്ത്, അത് കഴിഞ്ഞിട്ടാണ് അശ്വതി മാം സ്കൂൾ മാനേജ്മെന്റ് എടുത്തത്. ഓക്കെ, സോ ഞാൻ പാർട്ട് 3യിലേക്ക് പോവാണ്. ഞാൻ പാർട്ട് 4ലെ ഒരു ചാപ്റ്റർ ഞാൻ എടുക്കാറില്ല. പാർട്ട് 3യിലെ നിങ്ങൾക്ക് അപർണ മിസ് ക്ലാസ് എടുക്കുന്നുണ്ടോ? യെസ് മാം, എടുക്കുന്നുണ്ട്. ഓക്കെ, പാർട്ട് 3യില് 3, 4, 7, 10 ഈ 4 ചാപ്റ്റേഴ്സ് ആണ് ഞാൻ എടുക്കുന്നത്. 3, 4, 7, 10. ഓക്കെ, അപ്പൊ അതിനു മുമ്പ് ഒരു ഇൻട്രോ എന്നുള്ള രീതിയിൽ അറിയാം മോണ്ടിസോറിയെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? കുറച്ച് കോഴ്സ് ഒക്കെ കേട്ടിട്ടുണ്ട്, അതല്ലാതെ വേറെ ഒന്നും അറിയില്ല. മറിയം മോണ്ടിസോറിയാണ് മോണ്ടിസോറിയുടെ ഫൗണ്ടർ എന്ന് പറയാം. മോണ്ടിസോറി എന്ന് പറഞ്ഞ ആ ഒരു ഇത് കൊണ്ടുവന്നത് മറിയം മോണ്ടിസോറിയാണ്. പിന്നെ എൻവിറോൺമെന്റ് ആയിട്ടുള്ള ആ ഒരു ഓഡിയോ ഓഫ് ചെയ്യാം.
എൻവിറോൺമെന്റ് ആയിട്ട് കൂടുതൽ അറ്റാച്ച് ചെയ്തുള്ള കാര്യങ്ങളാണ് കുട്ടികൾക്ക് കൂടുതലും പരിശീലിപ്പിക്കേണ്ടതെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് മോണ്ടിസോറി എൻവിറോൺമെന്റ് ആയിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുവന്നത്. ഇങ്ങനെ ഒരു കൺസെപ്റ്റ് മരിയ മോണ്ടിസോറിയാണ്. മറിയ മോണ്ടിസോറി എന്തുകൊണ്ട് ഇങ്ങനെ ഒരു മെത്തേഡ് ഡിസൈൻ ചെയ്തു? നമ്മൾ ഇപ്പോഴും, അതായത് 19th സെഞ്ചുറിയിൽ അവർ ചെയ്തൊരു മെത്തേഡ് സാധാരണ ലോകം ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരുമ്പോ പലതും കാലഹരണപ്പെട്ടു പോകാറാണ് പതിവ്. പക്ഷെ ഇത് വീണ്ടും പോപ്പുലർ ആവുകയാണ് ചെയ്തത്. മോണ്ടിസോറിയുടെ ഈ ഒരു മെത്തേഡ്, ടെക്നോളജി അത്രയ്ക്ക് അങ്ങോട്ട് ഡെവലപ്പ് ആകാത്ത സമയത്താണ് മറിയ മോണ്ടിസോറി ഈ മെത്തേഡ് ഡിസൈൻ ചെയ്യുന്നത്. പക്ഷെ ഇപ്പം ഗോപിക പറഞ്ഞു, ആ വർണ്ണക്കൂടാരത്തിൽ ആ ഒരു മെത്തേഡാണ് വരുന്നത്. നമ്മുടെ അംഗൻവാടികളിൽ നമ്മൾ ശരിക്കും ഒന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മെത്തേഡിന്റെ ബേസിക് ഫോം ആണ് അവിടെ ഉള്ളത്. മിക്ക CBSE സ്കൂളിലും ഇതിന്റെ ഒരു കോമ്പിനേഷൻ ട്രഡീഷണൽ മെത്തേഡുമായിട്ട് ചേർത്തിട്ട് ഒരു കോമ്പിനേഷൻ ആണ് ചെയ്യുന്നത്. മറിയ മോണ്ടിസോറി നമ്മളെ പോലെ തന്നെയുള്ള ഒരു ലേഡി. അതുപോലെ തന്നെ ഇവിടെ പഠിപ്പിക്കുന്നത് ടീച്ചേഴ്സ് ഫുള്ള് ആക്ടിവിറ്റി വെയിലാണ്. നല്ല രീതിയിൽ സോങ് ഒക്കെ പാടി കുട്ടികൾക്ക് വളരെ ഇൻട്രസ്റ്റീവ് ആണ് മിസ്. അപ്പൊ അത് ഇവിടെ നിന്ന് പോകുമ്പോ ഒന്നും അല്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഓരോ ടീച്ചേഴ്സിന്റെ എക്സ്പീരിയൻസ് ഇങ്ങനെ ഷെയർ ചെയ്ത് വരുന്നത്. പിന്നെ ഞാൻ കയറിയപ്പോ ഞാൻ ടീച്ചേഴ്സ് മിക്കപ്പോഴും ആബ്സെന്റ് ആണ് മിസ്. അതുകൊണ്ട് എനിക്ക് ഫുൾ ഡേ കിട്ടുന്ന സൗണ്ടും ഇല്ല. ഓക്കെ, എന്നോട് കുറെ പേര് ചോദിച്ചു, അതിന് ഉത്തരാണ് ജയശ്രീ പറഞ്ഞത്. ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ? നമ്മൾ ഒരു കാര്യവും റെക്കോർഡ് എഴുതണം എന്ന് നിർബന്ധമൊന്നും ഒന്നും നമ്മൾ പറയില്ല. ഇറ്റ്സ് ഫോർ യു, നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ ജയശ്രീ ചെന്നതുപോലെയല്ല ഞാനിപ്പോൾ എന്ന് ജയശ്രീ പറഞ്ഞു അല്ലെ? എക്സ്പീരിയൻസ് ഒന്നും ആയിരുന്നില്ല. കാരണം ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന ആ ഒരു രീതി, ഒരു ബോൾ വെച്ചിട്ട് ഒരു ബോക്സിൽ ഇട്ടിട്ട് അത് എവിടെയാണ് ഇൻ ദ ബോക്സ്, ഓൺ ദ ബോക്സ്. അപ്പൊ ഞാനും അത് എക്സ്പീരിയൻസ് ചെയ്ത് ഞാനും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. കാരണം ഓരോ പോർഷൻസ് ഇപ്പൊ മോൾക്ക് ടെക്സ്റ്റ് ഉള്ളത് കൊണ്ട് എനിക്കറിയാം. അപ്പൊ അത് ക്യാച്ച് ചെയ്താണ് മിസ് ഞാൻ പഠിപ്പിക്കുന്നത്. പിക്ചേഴ്സ് കാണിച്ച്, സാൻഡ് പേപ്പർ വർക്ക്സ് കാണിച്ചിട്ട്, കളർ ടാബ്, കളേഴ്സ് പറഞ്ഞു കൊടുക്കും. ഇപ്പൊ വിച്ച് കളർ ഈസ് ദിസ്, ഫുൾ ഇംഗ്ലീഷ് ആണ് അവിടെ. തെറ്റിയാലും ഞാൻ ഇംഗ്ലീഷിൽ തന്നെയാണ് ഇമ്പ്രൂവ് ചെയ്ത് സംസാരിക്കുന്നത്. പിന്നെ കുട്ടികൾക്ക് മനസ്സിലാവൂലെന്ന് തോന്നിയാൽ വീണ്ടും മലയാളം റിപ്പീറ്റ് ചെയ്യും. ഓൾ ദ ടീച്ചേഴ്സ് ആർ ടോക്കിംഗ് ഇംഗ്ലീഷ്. യെസ്, വെരി ഗുഡ്. അപ്പോ ത്രൂ എക്സ്പീരിയൻസസ് ആൻഡ് എക്സസൈസസ് ആണ് ജയശ്രീ അവിടെ ചെയ്തത്. മറിയ മോണ്ടിസോറിയുടെ മെത്തേഡ് അതായിരുന്നു. നിങ്ങൾ മറിയ മോണ്ടിസോറിയെ ശരിക്കും അറിയാതെ, മെത്തേഡ് അറിയാതെ ടീച്ചിങ് പ്രാക്ടീസിന് പോയെങ്കിലും നിങ്ങൾ എത്തി നിന്നത് മോണ്ടിസോറി മെത്തേഡിൽ തന്നെയാണ്. ത്രൂ എക്സ്പീരിയൻസസ് ആൻഡ് എക്സസൈസസ്. മറിയ മോണ്ടിസോറി പഠിക്കാൻ നല്ല മിടുക്കിയായിരുന്നു. പക്ഷെ അന്നത്തെ കാലഘട്ടത്തിൽ, ഇറ്റലിയിലായിരുന്നു അവര്, അന്നത്തെ കാലഘട്ടത്തിൽ യൂറോപ്യൻ കൺട്രീസിൽ പോലും പെൺകുട്ടികൾക്ക് എഡ്യൂക്കേഷൻ അത്രയ്ക്ക് കൊടുക്കാറില്ലായിരുന്നു. ആലോചിച്ചു, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലെ ചില റിമോട്ട് ഏരിയയിലാണ് ഇങ്ങനെ കേൾക്കുന്നത്. ബാക്കി നമ്മൾ എല്ലായിടങ്ങളിലും പെൺകുട്ടികളുടെ എഡ്യൂക്കേഷൻ വളരെയധികം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അല്ലെ? നമ്മളെല്ലാരും പഠിക്കുന്നുണ്ട്, നമ്മളുടെ ഒരു പൊട്ടൻഷ്യൽ അനുസരിച്ച് പഠിക്കുന്നുണ്ട്. പക്ഷെ മോണ്ടിസോറിയുടെ കാലഘട്ടത്തിൽ യൂറോപ്യൻ കൺട്രീസിൽ പെൺകുട്ടികളുടെ എഡ്യൂക്കേഷൻ അത്ര പ്രൊമോട്ട് ചെയ്തിട്ടില്ല. പക്ഷെ മറിയയ്ക്ക് പഠിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. മറിയയുടെ അമ്മയ്ക്ക് വളരെ താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ മകളുടെ ഇഷ്ടത്തിന് അച്ഛനും വഴങ്ങി അങ്ങനെ മോളെ പഠിപ്പിക്കാനായിട്ട് തീരുമാനിച്ചു. മറിയ ആദ്യം ടെക്നിക്കൽ ഫീൽഡിലേക്കാണ് പോയത്. അതായത് നമ്മുടെ 10th ഗ്രേഡ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ +1 +2 അതിന് ഇക്വലന്റ് ആയിട്ടുള്ള ഗ്രേഡ് എല്ലാം കഴിഞ്ഞ് നേരെ ടെക്നിക്കൽ സൈഡിലേക്ക്, അതായത് എഞ്ചിനീയറിംഗിന് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു കോഴ്സിനാണ് മറിയ ജോയിൻ ചെയ്തത്. പക്ഷെ എന്തോ മറിയയ്ക്ക് അത് താല്പര്യം തോന്നിയില്ല. അങ്ങനെ തന്നെ മെഡിക്കൽ ഫീൽഡിലേക്ക്, MBBSന് ഇക്വലന്റ് ആയിട്ടുള്ള കോഴ്സിലേക്ക് ജോയിൻ ചെയ്തു. അവിടെ മറിയയ്ക്ക് ചലഞ്ചസ് വളരെ കൂടുതലായിരുന്നു. കാരണം ഒരേ ഒരു പെൺകുട്ടിയെ ഉണ്ടായിരുന്നു, ബാക്കിയെല്ലാം ആൺകുട്ടികളായിരുന്നു. മെഡിക്കൽ ഫീൽഡ്, അതായത് ഡോക്ടർ ആകാൻ പഠിക്കുന്ന നേഴ്സുമാർക്കും ഉണ്ട്. അനാട്ടമി എന്നൊരു സബ്ജക്ട് ഉണ്ട് അവർക്ക്. അനാട്ടമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ ഓർഗൻസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ് അനാട്ടമി എന്ന് പറയുന്നത്. അപ്പൊ MBBS അല്ലെങ്കിൽ ഡോക്ടർ ആവാൻ പഠിക്കുന്ന അവരുടെ ഈ അനാട്ടമി ലാബില് നിറയെ കോപ്സ്, ഡെഡ് ബോഡീസ് ഉണ്ടാവും. കെഡാവർ എന്ന് നമ്മൾ പറയും, ഡെഡ് ബോഡീസ് ഉണ്ടാവും. ഈ ഡെഡ് ബോഡീസ് എല്ലാം ഇങ്ങനെ ഫോർമാലിനൊക്കെ ഇട്ട് അതിനെയൊക്കെ ഇങ്ങനെ ഇവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചിരിക്കുവാണല്ലോ. അപ്പൊ പലപ്പോഴും നേക്കഡ് ഡെഡ് ബോഡീസ് ആയിരിക്കും. ഇവർ പഠിക്കുന്ന സമയത്ത് അത് ഫുള്ളി നേക്കഡ് ആയിരിക്കും ആ ഡെഡ് ബോഡീസ്. അപ്പൊ ആൺകുട്ടികളൊക്കെ അടക്കിച്ചിരിക്കുമായിരുന്നു. കാരണം മറിയ ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ. അന്നത്തെ കാലഘട്ടമാണ്, ഇപ്പോഴത്തെ അല്ല. അപ്പൊ മറിയ ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ. അപ്പൊ അത്രയും ആ ഒരു കൊച്ചു പ്രായത്തിൽ അത്രയും ചലഞ്ചസ് ഫേസ് ചെയ്തിട്ടാണ് മറിയ പഠിച്ചത്. പക്ഷെ മറിയയ്ക്ക് താല്പര്യമായിരുന്നു ആ ഒരു ഫീൽഡിനോട്. അപ്പൊ അത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മറിയയ്ക്ക് കുട്ടികളുടെ ഡെവലപ്മെന്റ്, കുട്ടികളുടെ ഏരിയയിൽ സ്പെഷ്യലൈസ് ചെയ്യണം. ഒരു പീഡിയാട്രിക് ആ ഒരു ഇതുപോലെ തന്നെ കുട്ടികളുടെ ഏരിയയിലാണ് മറിയ സ്പെഷ്യലൈസ് ചെയ്തത്. മറിയ
അങ്ങനെ സ്പെഷ്യലൈസ് ചെയ്യുമ്പോൾ ഈ ഡോക്ടർ മറിയ മോണ്ടിസോറി 2 വേൾഡ് വാർ, 2 ലോകമഹായുദ്ധങ്ങൾ നടന്നു അല്ലെ? ഈ 2 വേൾഡ് വാർ രണ്ടും മറിയ ഫേസ് ചെയ്തിരുന്നു. നമുക്കറിയാം, ഒരു യുദ്ധം ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമായിട്ടുള്ള കാര്യമില്ല. അത് നമ്മളുടെ കൺവെട്ടത്തല്ലെങ്കിൽ പോലും നമ്മൾ ന്യൂസിലൂടെയും പല മീഡിയാസിലൂടെയും കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നാറുണ്ട്. കുട്ടികൾ ബുദ്ധിമുട്ടുന്നു, സ്ത്രീകൾ ബുദ്ധിമുട്ടുന്നു, കുറെ പ്രായമായവർ ബുദ്ധിമുട്ടുന്നു, പലർക്കും വീട് നഷ്ടപ്പെടുന്നു, ബന്ധുക്കളെ മുഴുവൻ നഷ്ടപ്പെടുന്നു, എന്താ പറയുക, ഹാൻഡിക്യാപ്ഡ് ആകുന്നു. ഇതൊക്കെയാണ് യുദ്ധത്തിന്റെ റിസൾട്ട് വരുന്നത്. അത്ര സുഖകരമായ അന്തരീക്ഷമല്ല. യുദ്ധം നടക്കുന്ന സ്ഥലത്തെ എക്കണോമിക് സ്റ്റാറ്റസ് വരെയും വളരെ ലോ ആകും അല്ലെ? അപ്പൊ അങ്ങനെ മറിയ ഈ 2 ലോകമഹായുധങ്ങൾ കണ്ടു. പിന്നെ ഈ ലോകമഹായുധങ്ങൾ ഒരു ദിവസമോ 2 ദിവസമോ 2-3 ആഴ്ചയോ മാസങ്ങളോ ഉണ്ടായിരുന്നില്ല, വർഷങ്ങൾ നീണ്ടു നിന്ന ലോകമഹായുധമായിരുന്നു അല്ലെ? ഈ ലോകമഹായുധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്തിനു വേണ്ടിയായിരുന്നു? പ്രബലനായ ആള് രാജ്യങ്ങൾ മുഴുവൻ വെട്ടിപ്പിടിക്കാനായിട്ട് നോക്കി. ഇയാള് ശക്തിയുള്ള ആളാന്ന് കണ്ടപ്പോ കുറെ രാജ്യങ്ങൾ അയാളുടെ കൂടെ ചേരും. ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന ആളുടെ കൂടെ വേറെ കുറെ രാജ്യങ്ങൾ ചേരും. അങ്ങനെ പല രാജ്യങ്ങൾ തമ്മിലുള്ള, കൺട്രീസ് തമ്മിലുള്ള യുദ്ധമായിരുന്നു. അപ്പൊ യുദ്ധം ചെയ്യുന്നത് പ്രായമായ ആൾക്കാരല്ല, എല്ലാം ചെറുപ്പക്കാരാണ്. സോൾജിയേഴ്സിനെ, യൂത്തിനെയാണ് വേണ്ടത് സോൾജിയർ ആയിട്ട്. അപ്പൊ ചെറുപ്പക്കാർക്ക് നാശങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. പല അമ്മമാർക്കും മകനെ നഷ്ടപ്പെടുന്നു, കൊച്ചുകുട്ടികൾക്ക് അച്ഛനെ നഷ്ടപ്പെടുന്നു, സഹോദരനെ നഷ്ടപ്പെടുന്നു, ലൈഫ് പാർട്ട്ണർ നഷ്ടപ്പെടുന്നു, ലവറെ നഷ്ടപ്പെടുന്നു. അങ്ങനത്തെ അവസ്ഥയാണ്. അല്ലെങ്കിൽ അവര് യുദ്ധത്തിൽ നിന്ന് റിട്ടേൺ ആവണത് കാല് നഷ്ടപ്പെട്ടിട്ടോ കൈ നഷ്ടപ്പെട്ടിട്ടോ കാഴ്ച നഷ്ടപ്പെട്ടിട്ടോ ആയിരിക്കും. വീണ്ടും ഒരു നോർമൽ ലൈഫ് ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ. ഇത് കണ്ട് മറിയയ്ക്ക് ഭയങ്കര ദുഃഖം തോന്നും. ഇങ്ങനെയുള്ള ഒരു ലോകം ഉണ്ടാകരുത്. മറിയയുടെ നാട് മാത്രം നന്നാവണം എന്നല്ല വിചാരിച്ച്, ഈ പ്രപഞ്ചം മുഴുവനും സ്നേഹവും സന്തോഷവും സമാധാനവും സാഹോദര്യമാകണം. അങ്ങനെ പീസ്ഫുൾ ആകണം. പീസ് ആൻഡ് ഹാർമണി. എല്ലാവരും വളരെ പരസ്പരം സ്നേഹിച്ച് പരസ്പരം റെസ്പെക്ട് ചെയ്ത് അങ്ങനെ സമാധാനത്തോടു കൂടി ജീവിക്കണം. യുദ്ധമൊന്നും ഇല്ലാതാകണം. അതിന് മറിയ കണ്ടൊരു മെത്തേഡ്, ഈ ചെറുപ്പക്കാരിൽ പോയിട്ട് അവയർനെസ് കൊടുത്തിട്ട് കാര്യമില്ല. നമ്മൾ പറയില്ലേ, കതിരിന്മേൽ പോയി വളം വെച്ചിട്ട് കാര്യമില്ല എന്ന്. മറിയ ചെയ്തത് കൊച്ചു കുട്ടികളെ, അവരെ മനസ്സ് നിറയെ സ്നേഹവും റെസ്പെക്റ്റും മറ്റുള്ളവരോടൊരു കരുതലും എമ്പതിയും ഒക്കെയുള്ള രീതിയിൽ വളർത്തിക്കൊണ്ടു വന്നാൽ അവര് നാളെ വലുതാകുമ്പോ യുദ്ധത്തിന് അവര് നോ പറയും. സെക്കൻഡ് വേൾഡ് വാർ ആയപ്പോ ഇന്ത്യ, സൗത്ത് ആഫ്രിക്ക, അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ ഏഷ്യൻ രാജ്യങ്ങളും യുദ്ധത്തിന് അഗെയിൻസ്റ്റ് ആയിരുന്നു. ഇനിയൊരു യുദ്ധം ഉണ്ടായാൽ ഞങ്ങൾ അതിന് കൂട്ടു നിൽക്കില്ല. നേരത്തെയും കൂട്ടു നിന്നില്ല. അവർക്ക് അങ്ങനെ എന്താ പറയാ, ഈ ചിലർക്ക് വോയിസ് ഇല്ലാണ്ട് നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ആ ഒരു രീതിയിലായിരുന്നു നമ്മുടെ കൺട്രിയൊക്കെ. അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ ഇൻഡിപെൻഡന്റ് ആവുകയാണ്, സെക്കൻഡ് വേൾഡ് വാർ ഒക്കെ ആയ സമയത്ത്. അപ്പോ ജവഹർലാൽ നെഹ്റു ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞു, ഇനി ഒരു യുദ്ധം ഉണ്ടായാൽ, ഇതുപോലുള്ള യുദ്ധങ്ങൾ ഉണ്ടായാൽ ഒരിക്കലും ഒരു രാജ്യത്തിന്റെ, യുദ്ധം ചെയ്യുന്ന രാജ്യങ്ങളുടെ കൂടെ ഞങ്ങൾ നിൽക്കില്ല എന്ന് ജവഹർലാൽ നെഹ്റു വളരെ ശക്തമായി പറഞ്ഞു. അങ്ങനെ പല ഏഷ്യൻ കൺട്രീസും ഇതുപോലെ തന്നെ പറഞ്ഞു. ആദ്യത്തെ ലോകമഹായുധം കഴിഞ്ഞപ്പോൾ സോവിയറ്റ് യൂണിയൻ ഭയങ്കര സ്ട്രോങ് ആയിട്ട് വന്നു. രണ്ടാം ലോകമഹായുധം കഴിഞ്ഞപ്പോഴാണ് അമേരിക്ക വളരെ ശക്തമായ ഒരു രാജ്യമായിട്ട് മാറുന്നത്. ഇപ്പോഴും അമേരിക്കയ്ക്ക് അങ്ങനെയാണല്ലോ, ഡോമിനന്റ് ആണ്, എല്ലാത്തിനും നമ്പർ 1 ആകണം, അങ്ങനെയാണ്. അതൊക്കെയാണ് യുദ്ധത്തിന്റെ റിസൾട്ടായി വന്ന കുറെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത, ആളുകൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഓരോരോ സ്ഥിതിവിശേഷങ്ങളായി. അങ്ങനെയാണ് മറിയ കൊച്ചുകുട്ടികളില് അവരെ അങ്ങനെ നല്ല രീതിയിൽ വളർത്താൻ എന്ത് ചെയ്യണം എന്ന് റിസർച്ച് ചെയ്തു, അനലൈസ് ചെയ്തു. പല രീതിയിലുള്ള എക്സ്പീരിയൻസസ് നോക്കി, എക്സസൈസസ് നോക്കി. പല സൈക്കോ അനാലിസ്റ്റുകളും ചൈൽഡ് ഡെവലപ്മെന്റിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ മറിയ നല്ല പോലെ സ്റ്റഡി ചെയ്യാൻ തുടങ്ങി. അതിലെ 4 പ്രമുഖരായ വ്യക്തികളാണ് ജീൻ പിയാജെ, എറിക് എറിക്സൺ, ഡോസ്കി, ദെൻ സിഗ്മണ്ട് ഫ്രോയിഡ്. ഈ 4 പേരുടെ ചൈൽഡ് ഡെവലപ്മെന്റിനെ കുറിച്ചുള്ള ഒബ്സർവേഷൻ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നോ? ആതിര മിസ് നമുക്ക് ഒരു ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നോ പ്രോബ്ലം. ഞാൻ നെക്സ്റ്റ് സെഷനിൽ അത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇന്ന് സമയം കിട്ടുവാണെങ്കിൽ ആരെങ്കിലും ഒരാളുടെ കാര്യം പറയാം. അല്ല, നെക്സ്റ്റ് ഈ 4 പേരെ കുറിച്ച് അറിഞ്ഞിരിക്കണം. വേറൊന്നും കൊണ്ടല്ല, മറിയ മോണ്ടിസോറി ഈ 4 പേരുടെയും അനാലിസിസ് നല്ല പോലെ സ്റ്റഡി ചെയ്ത് അവർക്ക് ഇങ്ങനൊരു മെത്തേഡ് ഉണ്ടാക്കുന്നതിൽ അത് ഹെൽപ്പ് ചെയ്തു. അപ്പൊ നമ്മൾ ഈ മെത്തേഡ് പഠിക്കാൻ പോകുമ്പോൾ, നമ്മളിത് അപ്ലൈ ചെയ്യാൻ പോവാ, അപ്പൊ നമ്മളും അറിഞ്ഞിരിക്കണ്ടേ അറ്റ്ലീസ്റ്റ് ഈ 4 പേരുടെങ്കിലും.
അപ്പൊ അത് നമുക്കൊന്ന് ജസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അതിന്റെ ഡീറ്റെയിൽസ് വരുന്ന ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പൊ എന്നോട് കഴിഞ്ഞ ക്ലാസ് ഏതൊരു ക്ലാസ്സിൽ ബാച്ചിൽ എടുത്തപ്പോ കുട്ടികൾ ഇന്ന് ഒരു ബാച്ചിൽ എടുത്തപ്പോ ഒരു കുട്ടി ചോദിക്കുക, പരീക്ഷയ്ക്ക് വരുമോ, ഞങ്ങളിത് പഠിക്കേണ്ടതുണ്ടോ, അങ്ങനെ ചോദിച്ചു. ഞാൻ എക്സാമിന് വേണ്ടിയിട്ടല്ല ആക്ച്വലി ഇത് പഠിപ്പിക്കുന്നേ. നിങ്ങൾ ഒരു കറി വെക്കാൻ പോകുമ്പോൾ ആ കറിക്ക് വേണ്ടുന്ന ബേസിക് സംഭവങ്ങളൊന്നും അറിഞ്ഞിരിക്കുമല്ലോ. എത്ര വെള്ളം വേണം, എത്ര മുളക് വേണം, എത്ര ഉപ്പ് വേണം, ഏതൊക്കെ കഷ്ണങ്ങൾ വേണം, എങ്ങനെ കഷ്ണങ്ങൾ അരിയണം, നമുക്കറിയണം. എന്നിട്ടാണ് നമ്മൾ ആ ഡിഷ് വെക്കുള്ളൂ. എല്ലാം കൂടെ വെട്ടി നുറുക്കി മിക്സ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കിയാൽ അത് മോശമായി പോകും. അപ്പൊ അതിനു വേണ്ടി മെത്തേഡ് നിങ്ങൾ അറിയാൻ പോകുന്നതിന് മുമ്പ് ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റ് സ്റ്റേജസിനെ ഈ 4 പേര് നോക്കിക്കണ്ട കാര്യങ്ങൾ, അവരുടെ ഒബ്സർവേഷൻ, അവരുടെ അനാലിസിസ്, പലരും അതിനെ വിമർശിച്ചിട്ടുണ്ട്, ചിലർ അതിനെ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈവൻ ഈ 4 പേരിൽ എനിക്ക് 2 പേരുടെ അനാലിസിസ് ഭയങ്കരമായിട്ട് എന്നെ ടച്ച് ചെയ്തിട്ടുണ്ട്. എറിക് എറിക്സൺ, അതില് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ അല്ലേ സൈക്കോ അനാലിസിസ് തിയറി, സിഗ്മണ്ട് ഫ്രോയിഡിന്റെ സൈക്കോസെക്ഷൽ തിയറി, സൈക്കോസെക്ഷൽ ഡെവലപ്മെന്റ്, സൈക്കോ അനാലിസിസ് തിയറി, അത് അതിനകത്ത് വരുന്നതാണോ മാം? സൈക്കോ സോഷ്യൽ ആണ് എറിക്സൺ, വിഗ്ഡോസ്കിയുടെ സോഷ്യോ കൾച്ചറൽ ഡെവലപ്മെന്റ്, പിയാജെയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. ഓക്കെ, എനിക്കിപ്പോ ലാസ്റ്റ് ഒരു എക്സാമിന് ചോദിച്ചാൽ സൈക്കോ അനാലിസിസ് അപ്പൊ ആരുടെ കണ്ടുപിടിക്കണോ? ഞാൻ ഈ 4 പേര് നന്നായിട്ട് പറഞ്ഞു തന്നു മിസ് ആതിര മിസ്. പിയാജെ അപ്പൊ ഞാൻ പറയുന്നില്ല, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, ബ്രൂണർ, പിന്നെ ബ്രൂണർ, പിന്നെ നമ്മുടെ തോണ്ടൈക്ക്, ഇത്രയും പറഞ്ഞിട്ടുണ്ട്. അത് സൈക്കോളജി എടുക്കാൻ ഏറ്റവും ആപ്റ്റ് പേഴ്സൺ ആതിരാൻസ്. അതെ മിസ്, നന്നായിട്ട് മിസ് എടുത്തായിരുന്നു. അതേപോലെ മോണ്ടിസോറി ജിഷ മിസ് ആണ്. മോണ്ടിസോറി മെയിൻ ആയിട്ട് കൂടുതലും ആതിര മിസ് പറയൂ. അത് ആതിര മിസ് ആണോ അപർണ മിസ് ആണോ എന്ന് അറിയില്ല. മോണ്ടിസോറി കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് പറയുന്ന ആരാമി അപ്പം പറയും. ഏറ്റവും കൂടുതൽ പറയുന്നത് ജിഷ മിസ് ആന്ന് പറഞ്ഞു. മോണ്ടിസോറി എന്ന് പറഞ്ഞാൽ മിസ്സിന് അപ്പം ഓർമ്മ വരും മിസ്. അപ്പൊ അങ്ങനെ അതുകൊണ്ട് നിങ്ങൾ എക്സാം എന്ന് വിചാരിച്ച് ഇത് കേട്ട് പേടിക്കണ്ട. ഞാൻ എക്സാമിന് അങ്ങനെ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് എടുക്കാറില്ല. കാരണം ഇത് അറിഞ്ഞാലാണ് ഈ മെത്തേഡ് നമുക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ഇവരുടെ നല്ലത്. അങ്ങനെ മറിയ മോണ്ടിസോറി കുട്ടികളിൽ ഡെവലപ്മെന്റ് ശരിയാകാൻ എന്തെല്ലാം ഫാക്ടേഴ്സ് ആണ് വേണ്ടത് ഇങ്ങനെ നോക്കുമായിരുന്നു. അപ്പൊ മറിയ മോണ്ടിസോറിക്ക് മനസ്സിലായി, ശരിക്കും പറഞ്ഞാൽ ജനിച്ച് കുറെ കാലം, അതായത് 3 വയസ്സ് വരെ ഇവരുടെ ഓർമ്മ എന്ന് പറയുന്നത്, ആ ഓർമ്മ നമുക്ക് ഉണ്ടാവില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചാൽ അറിയാൻ പറ്റും. നമുക്ക് വളരെ ചെറിയ പ്രായത്തിന്റെ എന്തെങ്കിലും ഓർമ്മയിട്ടോ ഇപ്പൊ. ബട്ട് ആഫ്റ്റർ 3 years കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് അല്ലെ? ആഫ്റ്റർ 3 years കുറെ കാര്യങ്ങൾ ഓർമ്മയുണ്ട്. എനിക്ക് ഇപ്പോഴും ചില കാര്യങ്ങൾ ഓർമ്മയുണ്ട്. ഇങ്ങനെ ബ്രദറുമായിട്ട് ഒരു മരത്തിന്റെ മുകളിൽ ഇരുന്ന് കളിച്ചതും അവനൊരു അങ്കമാടി പോകുമ്പോ കരഞ്ഞതൊക്കെ ഓർമ്മയുണ്ട്. അതേപോലെ തിരിച്ച് ഞാൻ പോകുമായിരുന്നു. നുണ പറഞ്ഞിട്ട് അവിടെ സിസ്റ്റേഴ്സിന്റെ അടുത്തായിരുന്നു. അപ്പൊ തിരിച്ച് ഞാൻ വീട്ടിൽ പോകും, നുണ പറഞ്ഞിട്ടൊക്കെ പോകും അവരോട്. കുട്ടികൾ അവരോട് കേക്കണ്ടോ? സ്കൂളിൽ നിന്ന് രക്ഷയില്ല. സ്കൂളിൽ നിന്ന് ലൊബൈല ഇംഗ്ലീഷ് മീഡിയം സ്കൂളായിരുന്നു. അവിടെ സ്ട്രിക്റ്റ് ആണ് മിസ്. അവിടെ എഴുത്തെങ്കിൽ ബെഞ്ചിൽ നിർത്തി എഴുതിക്കും മിസ്. സ്ട്രിക്റ്റ് ആയിരുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ മോണ്ടിസോറി ഇങ്ങനെയായിരുന്നു കുട്ടികളിൽ ഇതിങ്ങനെ. അപ്പൊ മോണ്ടിസോറി ഇതിങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുക. ഈ ഓരോരോ കാര്യങ്ങൾ പരീക്ഷിച്ചുകൊണ്ടിരുന്ന സമയത്ത് മറിയ മോണ്ടിസോറിക്ക് ഏകദേശം ഒരു 60-63 കുട്ടികളെ കിട്ടി. അവര് സ്പെഷ്യൽ കുട്ടികളായിരുന്നു, ഡിസേബിൾഡ് ആയിരുന്നു അവര്. അപ്പൊ ഈ മെത്തേഡ് ആ ഡിസേബിൾഡ് കുട്ടികളിലാണ് മറിയ മോണ്ടിസോറി ആദ്യം അപ്ലൈ ചെയ്യുന്നത്. നോക്കുമ്പോൾ നല്ല റിസൾട്ട് കിട്ടി. അപ്പൊ മറിയയ്ക്ക് മനസ്സിലായി, അപ്പൊ നോർമൽ കുട്ടികളിൽ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് നന്നായിരിക്കുമല്ലോ, ഇതിലും നല്ല റിസൾട്ട് കിട്ടുമല്ലോ എന്ന്. നിങ്ങളെ സ്പെഷ്യൽ സ്കൂള് വിസിറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒന്ന് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാം. അവിടെ മോണ്ടിസോറി മെത്തേഡിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് കുട്ടികൾക്ക്. നമ്മുടെ സാൻഡ് പേപ്പർ, ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ്. പാർഷ്യലി ബ്ലൈൻഡും ഫുള്ളി ബ്ലൈൻഡും ആയിട്ടുള്ള കുട്ടികൾക്ക് ആകാ കൊടുക്കുന്നത്. ബ്രെയിൻലി ലിപി അവർ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ അതിന്റെ ഒപ്പം അവർ സാൻഡ് പേപ്പർ, ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ് നല്ല പോലെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കളർ കാർഡ്, പിക്ചർ കാർഡ്. ഇവിടെ പറവൂരുണ്ടോ അതെ മോണ്ടിസോറിയുടെ മെയിൻ ആയിട്ടുള്ളത്? എന്താ ബിൻസി? മിസ്സേ, നമ്മുടെ വീടിന്റെ അപ്പുറത്ത് തന്നെ ഒരു ഡെഫ് സ്കൂൾ ഉണ്ട്. അവിടെ നമുക്ക് ട്രെയിനിങ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും ചെയ്യാലോ. ബട്ട് സ്കൂളിലൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മുടെ ബാച്ചിലെ പിള്ളേര്. ഓക്കെ ടീച്ചർ.
ജയശ്രീ എന്താ പറഞ്ഞേ? പറവൂർ എന്തോ ഇവിടെ മോണ്ടിസോറി നമ്മുടെ സ്കൂൾ. പറൂര് മോണ്ടിസോറിയുടെ അങ്ങനെ ഇപ്പൊ കുട്ടികൾക്ക് ഇങ്ങനെ വയ്യായികളുടെ കുട്ടികൾക്കിടെ മെയിൻ അങ്ങനെ ഉണ്ടോ സ്കൂള്? പറവൂരിലെ കാര്യമില്ല, പക്ഷെ പറവൂർ എവിടെയോ ബഡ് സ്കൂൾ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മുടെ ആ. മുളന്തുരുത്തിയിലുണ്ട് ആദർശ് എന്ന് പറഞ്ഞിട്ട്, മുളന്തുരുത്തി കണ്ടനാട് അവിടെയായിട്ട് ഞാൻ എനിക്ക് പോയിട്ടുണ്ട് തോന്നുന്നു അവിടെ. സ്മാർട്ട് സിറ്റിയിലുള്ള ഒരു കുട്ടി ഇവിടെ കേറിയിട്ടുണ്ടെന്ന്. മോണ്ടിസോറിയുടെ വേറൊരു ഇതുണ്ട്, കുട്ടികളുടെ തന്നെയാണ്, പ്രീ സ്കൂളാണ്. അപ്പൊ അവിടെ കേറിയിട്ടുണ്ട്. ആ കുട്ടി എക്സാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, കോഴ്സ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ അവിടെ കേറിയിട്ടുണ്ട്. ഞാൻ പരിചയപ്പെട്ടായിരുന്നു, പേര് മറന്നുപോയി. 14th ബാച്ചിലെ ആണെന്ന് തോന്നുന്നു. അപ്പൊ ഞാനിങ്ങനെ അന്വേഷിച്ച് നടക്കുന്നുണ്ടായിരുന്നു സ്കൂളെ. അങ്ങനെയാണ് പിന്നെ ഇവരിതില് പൂനമ്മാവിലുണ്ട് പുനമ്മാവില്. സ്പെഷ്യൽ സ്കൂൾ ഉണ്ട്. പിന്നെ മട്ടാഞ്ചേരിയിലെ രക്ഷാ സ്കൂൾ ഉണ്ട്. ഓക്കെ, മട്ടാഞ്ചേരി. സ്കൂളിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. ഓക്കെ. ഓക്കെ, അപ്പൊ അങ്ങനെ മിസ്സേ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ മിസ്സേ? ഇപ്പൊ ഞാൻ എന്റെ ക്ലാസ്സിൽ ഒരു കുട്ടിയുണ്ട്, അവന് കാശിനാഥ് എന്നാണ് പേര്. അവനാണെങ്കിൽ നമ്മള് പെട്ടെന്ന് എനിക്ക് അതിനെ കണ്ടപ്പം തിരിച്ചറിയാൻ പറ്റിയത്, അവൻ എന്റെ മുഖത്ത് നോക്കി നമ്മളോടൊന്നും പറയില്ല. അവനിങ്ങനെ അവന്റെ കണ്ണിങ്ങനെ പല സ്ഥലത്തോട്ടാണ് മാറിപ്പോകുന്നത്. നമ്മളോട് അങ്ങനെ ഇല്ല. എന്താണ് ഓട്ടിസം എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല, പക്ഷെ അതിന്റെ ഒരു ചെറിയ വേർഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. അവന് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അവൻ ഗ്രാസ്പ് ചെയ്യുന്നുണ്ട്, പക്ഷേ അവൻ എന്റെ മുഖത്ത് നോക്കത്തില്ല. പിന്നെ എപ്പോഴും വന്നിരുന്ന ഇങ്ങനെ ഒരു ഒരു പ്രത്യേക രീതിയാണ്, മറ്റുള്ള കുട്ടികളിൽ നിന്നും പ്രത്യേകത. അപ്പൊ ഞാനിങ്ങനെ അവിടുത്തെ മിസ്സിനോട് പറഞ്ഞു, മിസ്സേ കാശിക്ക് നോർമൽ ആയിട്ടുള്ള കുട്ടിയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോ ആ മിസ് പറഞ്ഞു, നമ്മളത് അവരുടെ വീട്ടുകാരോട് പറഞ്ഞതാണ്, ഒരു തവണ വിളിച്ച് അമ്മയെ വിളിച്ച് പറഞ്ഞതാണ്. പക്ഷെ ആ അമ്മ ഒരിക്കലും അത് അംഗീകരിക്കുന്നില്ല. അവൻ അംഗീകരിക്കുന്നില്ല. പക്ഷെ ആ കുട്ടി, പക്ഷെ അവനെ അംഗീകരിച്ചായിരുന്നെങ്കിൽ അവന് ഇതേപോലുള്ള സ്പെഷ്യൽ സ്കൂളിൽ എവിടെയെങ്കിലും കൊടുത്താല് അവൻ നല്ല പോലെ, കാരണം ബുദ്ധിയുണ്ട് മിസ്സേ അവന്. ഞാനാണെങ്കിൽ വെജിറ്റബിൾസ്, വൈൽഡ് ആനിമൽസ്, ഫ്രൂട്ട്സ്, ഫ്ലവേഴ്സ് എല്ലാം പറഞ്ഞു കൊടുത്ത് അവൻ എനിക്ക് പറഞ്ഞു തരും. അതിന്റെ പിക്ചർ കാണിച്ചു കൊടുക്കുമ്പോൾ മാറി മാറി, അതായത് ഷഫിൾ ചെയ്ത് കാണിച്ചാലും അവനത് പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ മുഖത്ത് നോക്കത്തില്ല, അവൻ വേറൊരു ടൈപ്പ് ഒരു രീതിയിലാണ് അവന് പെരുമാറുന്നത്. അപ്പൊ ഇങ്ങനെ പറയും. അപ്പം മിസ് പറഞ്ഞെന്ന് പറഞ്ഞാൽ വീട്ടുകാർ ഒരിക്കലും അത് അംഗീകരിക്കുന്നില്ലെന്നാ പറയുന്നത്. പക്ഷെ അങ്ങനെ ആണെങ്കിൽ ആ കുട്ടി വളർന്നു വരുംതോറും അവനത് കൂടത്തല്ലേ ഉള്ളൂ മിസ്സേ, അവന്റെ ആ ഒരു ഇത് അതിലൊരു മാറ്റം വരുത്തില്ലല്ലോ. ഈ ഒരു പ്രായത്തിൽ ഒരു ഇന്റർവെൻഷൻ അവന് കിട്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷെ നോർമലൈസ്ഡ് ആക്കാമായിരുന്നു. തെറാപ്പി കൊണ്ടും ട്രീറ്റ്മെന്റ് കൊണ്ടും അത് മാറ്റാമായിരുന്നു. വൈകുന്തോറും ബുദ്ധിമുട്ടായി വരും. ഇവിടെ ഒരു കുട്ടിയുണ്ട്, അവൻ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള ഒരു സംസാരിക്കുമ്പോഴും അതിന് കുട്ടിയുണ്ട്. ബുദ്ധിമുട്ടുണ്ട്, സംസാരിക്കുമ്പോഴും അതിന് ബുദ്ധിമുട്ടുണ്ട്. നമ്മളടുത്ത് സംസാരിക്കുമ്പോ അപ്പൊ ഞാനത് മിസ്സിനോട് പറഞ്ഞു, മിസ്സേ വേണമെങ്കിൽ ആ അമ്മയോട് ഞാൻ സംസാരിക്കാം. ചിലപ്പോ ഇനി സ്വന്തം മകൻ ഇനി ഇങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ടായിരിക്കും ആ പേരന്റ് അങ്ങനെ പെരുമാറുന്നതെന്ന് തോന്നുന്നു. പക്ഷെ അങ്ങനെ വേണ്ട, അങ്ങനെ ചെയ്യരുത് മിസ്സേ. കാരണം എന്റെ ഫാമിലി തന്നെ ഉണ്ട്. അതായത് എന്റെ ഹസ്ബൻഡിന്റെ ചേട്ടന്റെ മോന് ഇങ്ങനെയാണ്. അവനിപ്പോ 22 വയസ്സുണ്ട്. പക്ഷെ അവനെ അന്നേ കുഞ്ഞിലെ, അതായത് അവൻ LKG പഠിക്കുന്ന സമയത്ത് ABCD പഠിപ്പിക്കുമ്പോൾ അന്ന് അവർ തിരിച്ചറിഞ്ഞില്ല. UKG ആയപ്പോൾ ബാക്കിയുള്ള കുട്ടികൾ കറക്റ്റ് ആയിട്ട് ഓർഡറിൽ ABCD എഴുതുമ്പോൾ ഇവൻ എഴുതില്ല, ഇവൻ എഴുതത്തേയില്ല. അങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത് തന്നെ. പക്ഷെ അന്നേ ഇത് ട്രീറ്റ്മെന്റ് ചെയ്തായിരുന്നെങ്കിൽ കുഞ്ഞ് നേരെ ചൊവ്വേ നല്ല പോലെ ആയേനെ. പക്ഷെ അന്നും ഇതേപോലത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ചേട്ടൻ ഇങ്ങനെ സൗത്ത് ആഫ്രിക്കയിൽ, അപ്പം അമ്മയാണ്, ചേച്ചിയാണ് നോക്കുന്നത്. അവര് എങ്ങും കൊണ്ടുപോയില്ല. സാധാരണ ഇതേപോലുള്ള ഗവൺമെന്റ് സ്കൂളുകളിൽ പഠിപ്പിച്ച് അവന് 10ാം ക്ലാസ് ഒക്കെ എഴുതി. അതൊക്കെ വേറെ, നമുക്ക് എഴുതാൻ ആൾക്കാർ സ്കൈപ്പ് വെച്ച് എഴുതാമല്ലോ. പക്ഷെ എന്താന്ന് എനിക്കറിയത്തില്ല, അതിനെ അന്നേ ട്രീറ്റ്മെന്റ് ചെയ്തായിരുന്നെങ്കിൽ ഒരു കുഴപ്പം. ഇപ്പൊ ഭയങ്കര ബഹളമാണ് അവൻ. തന്നെ ഒന്നും ചെയ്യില്ല അവൻ. അവനെ കുളിപ്പിക്കണം എല്ലാം. ആ കുളിപ്പിക്കാൻ പോകുമ്പോൾ ചേച്ചിയെ ഉപദ്രവിക്കുകയും ചീത്ത വിളിക്കുകയും ഒക്കെ ചെയ്യും. കാരണം കുഞ്ഞിപ്പോ 22 വയസ്സിലെ അല്ല, ഇപ്പൊ കുഞ്ഞൊരു 10 വയസ്സിലെ സംസാരമാണ് സംസാരിക്കുന്നത്. അങ്ങനെ അപ്പൊ അങ്ങനെ അത് അന്നേ മാറ്റിയായിരുന്നെങ്കിൽ മിസ് ഇത് മാറി വരത്തില്ലായിരുന്നു. ഇപ്പൊ തന്നെ എന്തെല്ലാം, ഇപ്പം ഐശ്വര്യ പറഞ്ഞ പോലെ എറണാകുളത്ത് ആ സ്കൂളില്ലേ, എന്താ സ്കൂളിന്റെ പേര്? ആദർശ്. അവിടെയൊക്കെ ആയിരുന്നെങ്കിൽ അവൻ എന്താണെന്നറിയോ, അവന്റെ ബുദ്ധി നോക്കുമ്പോ അവൻ എല്ലാ ഒരു കാർ കണ്ട ആ കാറിന്റെ പേരെല്ലാം അവൻ പറയും. അവൻ എല്ലാ പാട്ടും പാടും, പാട്ടിന്റെ ലൈൻസ് എല്ലാം അവൻ പറയും. പക്ഷെ അവൻ പഠിക്കില്ല. അവനൊന്നും എഴുതുകയോ ഒന്നും പഠിക്കുന്ന കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ ഇതെല്ലാം അവൻ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യും. കാറിന്റെ പേര്, പിന്നെ നമ്മൾ എവിടെയെങ്കിലും ദൂരെ നിന്ന് കണ്ടാലും അവൻ അത് ഏത് വേർഷനാന്ന് വരെ പറയും. പക്ഷെ അപ്പൊ അത് അവർ ട്രെയിൻ ചെയ്യത്തില്ലേ, എന്തിനാണോ ആ കുട്ടി ബെറ്റർ ആണെന്നുള്ളത് അതിനല്ലേ അവർ ട്രെയിൻ ചെയ്തെടുക്കത്തുള്ളൂ.
പക്ഷെ ഇതങ്ങനെ അങ്ങ് ഇരുത്തി അതിനെ നമ്മളൊക്കെ ചെന്ന ഇപ്പൊ ചില സമയത്ത് മിണ്ടില്ല, ചുമ്മാതെ ഇങ്ങനെ ഇരിക്കും മിണ്ടാതെ. ഇപ്പൊ എപ്പോഴും പാട്ട് കേട്ടോണ്ടിരിക്കും, പാട്ട് വെച്ചു കൊടുത്തില്ലെങ്കിൽ അവിടെ ഭയങ്കര ബഹളമാണ്. ടിവിയിൽ ഇങ്ങനെ പാട്ട് കണ്ടുകൊണ്ടിരിക്കും, ഒരു പാട്ട് തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. ഇതാണ്. അപ്പൊ നമ്മള് പേരൻസും കൂടെ അതിനൊന്ന്, നമ്മുടെ കുഞ്ഞുങ്ങളാവുമ്പോൾ നമ്മൾ അനുസരിച്ചൊന്ന് അംഗീകരിച്ചിട്ട്, അത് ദൈവം തരുന്ന കുഞ്ഞുങ്ങളാണ്, ദൈവത്തിന്റെ കുഞ്ഞുങ്ങളാണ്. അപ്പൊ നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് അവർക്ക് കൊടുക്കേണ്ട ബെറ്റർ ട്രീറ്റ്മെന്റോടൊപ്പം ഇതേപോലുള്ള നല്ല നല്ല സ്കൂളുകളിൽ കൊണ്ടുചെന്നാൽ അവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് അവര് സാധാരണ ഗതിയിലോട്ട് മാറാനുള്ള ഇതാവും. പക്ഷെ അത് ശരിയാണ് മിസ്. ഈ കുട്ടിയുടെ പേരന്റ് അംഗീകരിക്കുന്നേ ഇല്ലെന്നാ പറഞ്ഞത്. LKG മുതൽ ടീച്ചേഴ്സ് പറയുന്ന കാര്യമായി, ഇപ്പൊ UKG ആയി, പക്ഷെ അംഗീകരിക്കുന്നില്ല അതിനെ. അവരെ ഒന്ന് നല്ല രീതിയിലൊന്നൊരു അവയർനെസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ പാരന്റ്സ് ആണ് അക്സെപ്റ്റ് ചെയ്യണം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. ഞാൻ ഇൻസൈറ്റിൽ വർക്ക് ചെയ്തിരുന്നു. അവിടെ കണ്ടത് പാരന്റ്സ് തീരെ അക്സെപ്റ്റ് ചെയ്യില്ല. ഒന്നില്ലെങ്കിൽ ചേർത്തിയാൽ തന്നെ ഹൈ ഡോസ് മരുന്ന് വെച്ചിട്ട് മയക്കുന്ന പോലെ ഒക്കെ ചെയ്യും. അത് ഇന്ന് നമ്മുടെ സൊസൈറ്റി ഇപ്പൊ അങ്ങനെയാ. പക്ഷെ ഇപ്പൊ കുറെ നല്ല ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഞാൻ അന്ന് ആദർശിലുള്ള സമയത്ത് അവിടെയുള്ള കുട്ടികളുടെ കൂടെ അമ്മ എപ്പോഴും കാണും, എല്ലാവരുടെ കൂടെയും. അവിടെ അത് കമ്പൽസറി ആണ്, അമ്മ വേണം, അച്ഛൻ നിക്കണ്ട, അമ്മ എന്താണെങ്കിലും വേണം കുട്ടികളുടെ കൂടെ. പക്ഷെ ഞാനൊക്കെ കുഞ്ഞായിരുന്ന ആ ഒരു സമയത്ത്, ഇപ്പൊ ഈ ചേച്ചി പറഞ്ഞ സമയത്താണെങ്കിൽ നമുക്കത് അംഗീകരിക്കാൻ നല്ല പാടായിരിക്കും മാതാപിതാക്കൾക്ക്. ഇങ്ങനെ എന്റെ കുട്ടിക്ക് ഒരു പ്രോബ്ലം ഉണ്ട്, അവർ ഇന്ന സ്കൂളിലാക്കണം എന്ന് പറയുന്നത് പാരന്റ്സിന് ഒട്ടും പറ്റില്ല അംഗീകരിക്കാൻ. അങ്ങനെയുള്ളവരും ഒരുപാട് നമ്മുടെ ചിലവർക്ക് അനുഭവങ്ങളിലൊക്കെ ഇങ്ങനെ ഉണ്ട്. അത് മോശമായിട്ട് തോന്നും. അതായത് എന്റെ കുട്ടിക്ക് അങ്ങനെ ഉണ്ടെന്ന് ആരെങ്കിലും പറയുമ്പോ ഒരു ഇതുള്ള ആ പാരന്റ്സും ഉണ്ട് മിസ്. ചിലവരങ്ങനല്ല എന്റെ കുട്ടീനെ നല്ല ഈ രീതിയിൽ. വല്ലപ്പുഴ ഗവൺമെന്റ് സ്കൂളില് സ്പെഷ്യൽ കുട്ടികൾക്കുള്ള പ്രത്യേക ബാച്ചും ഉണ്ട്. ഈ സ്പെഷ്യലുള്ള കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനായിട്ട് ഒരു പ്രത്യേകം ട്രെയിനർ ഉണ്ട്, അതിന്റെ കൂടെ ഒരു ആയയുണ്ട്, അവിടെ ഉണ്ട്. അവർക്ക് ഇതേപോലെ ആഴ്ചയിലും 2 ആഴ്ച കൂടുമ്പോഴും ഇത് പുറത്തുനിന്ന് സാറുമാർ വന്ന് ക്ലാസ് എടുക്കാറുണ്ട്. അപ്പൊ അമ്മയായിട്ട് കുഞ്ഞുങ്ങള്, ഈ ഡിസബിലിറ്റീസ് ഉള്ള എല്ലാ കുഞ്ഞുങ്ങളും അവിടെ വരണം പേരൻസുമായിട്ട്. ഞാൻ ചെന്ന് ജോയിൻ ചെയ്യുന്നതിന്റെ അന്ന് അവിടുത്തെ മീറ്റിംഗ് ആയിരുന്നു ഇവരുടെ. അപ്പൊ എനിക്ക് അറിയത്തില്ലായിരുന്നു ഇത് എന്തിന്റെ മീറ്റിംഗ് ആണ്. അപ്പൊ ഞാൻ നോക്കിയപ്പോ കുറേ വയ്യാത്ത കുട്ടികൾ അവിടെ ഇരിക്കുന്ന ഫുള്ള്. ഈ നീളം കുറഞ്ഞ കുഞ്ഞുങ്ങളുണ്ടാവും, അങ്ങനെ പല രീതിയിലുള്ള പല മെത്തേഡിലുള്ള കുഞ്ഞുങ്ങൾ അമ്മമാരുമായിട്ട് വന്നു. അപ്പോഴാണ് ഞാൻ ഇത് ചോദിക്കുന്നത് മിസ്സിന്റെ അടുത്ത്. മിസ്സേ ഇവിടെ ഇങ്ങനെ അപ്പൊ അവിടെ ആ സ്കൂൾ, നമ്മുടെ വല്ലക്കീഴ് സ്കൂളില് അതുണ്ട്, അങ്ങനെ ഒരു ക്ലാസ് അവിടെ നടക്കുന്നുണ്ട്, ഒരു ക്ലാസ്സിൽ ഒരു ഡിവിഷനായിട്ട്. പക്ഷെ അവിടെ പോലും ഈ കുഞ്ഞിനെ അവിടെ ആകുമ്പോൾ ഡോക്ടേഴ്സ് വരാറുണ്ട് ചെക്ക് ചെയ്യാനായിട്ട്, അതുപോലും ഈ അമ്മ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതാണ് ടീച്ചേഴ്സ് പറയുന്നത്, അതുപോലും അക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സില്ല. പക്ഷെ LKG ഒരു കുഞ്ഞുണ്ട് മാം, അവനൊരു മംഗോളിസം പോലുള്ള രീതിയാണ് അവനെ കാണുമ്പോൾ. ഞാൻ ഇന്നലെയാണ് ഞാൻ ആ കുഞ്ഞിനെ കാണുന്നത്. ഞാൻ ചെന്നതിന് ശേഷം ഇന്നലെയാണ് അവൻ വരുന്നത്, LKG-യിലാണ്. പക്ഷെ അവനും ഇതേപോലെയാണ്. അവനെനിക്ക് ഇഷ്ടമായി, നന്നായിട്ട് ഇഷ്ടമായി. കാരണം അവനെ ഞാൻ കൊണ്ടുവന്ന് ഊഞ്ഞാലിലൊക്കെ ഇരുത്തിയപ്പോ നമ്മുടെ കൂടെ തന്നെ ഇരിക്കും. അവന് രാവിലെ കുറച്ചു നേരം നമ്മുടെ അടുത്ത് ഇരിക്കും, അത് കഴിഞ്ഞിട്ട് ആ ക്ലാസ്സിൽ കൊണ്ടിരുത്തും, നമ്മുടെ ഈ സ്പെഷ്യൽ കുട്ടികളെ പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ കൊണ്ടിരുത്തും. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷമാണ് വീണ്ടും നമ്മുടെ LKG ക്ലാസ്സിൽ കൊണ്ടുവരുന്നത്. എന്നിട്ട് 2 ക്ലാസ്സിലും അവനെ ഇരുത്താറുണ്ട്. അങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നത്. 2 ക്ലാസ്സിലും അവനെ ഇരുത്തി ക്ലാസ്. പക്ഷെ അവൻ സംസാരിക്കൊന്നുമില്ല, ഊഞ്ഞാൽ ആടാമെന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ തലയാട്ടി ഇങ്ങനെ പറയും, എന്നിട്ട് ചൂണ്ടി കാണിക്കും അങ്ങോട്ട് പോവാൻ. അങ്ങനെയാണ് ഒരു കുഞ്ഞു മാവ. അവന്റെ അമ്മ കൊണ്ടാക്കുകയും ആ അമ്മ അവിടെ തന്നെ നിൽക്കുകയും അവന്റെ കൂടെ തന്നെ അമ്മ ഉണ്ട്. അങ്ങനെ 2 ക്ലാസ്സിലായിട്ട് മാറിയും തിരിഞ്ഞുമാണ് അവന്റെ ക്ലാസ് നടക്കുന്നത്. പക്ഷെ ഈ കുട്ടിയുടെ കാര്യത്തിലേ ഉള്ളൂ നമുക്ക് എത്ര പറഞ്ഞിട്ടും അമ്മ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതെ, ഇങ്ങനെ അവയർനെസ് കൊടുക്കാനോ കുറെ ഇന്റർവെൻഷൻ നടത്തിയാൽ ചിലപ്പോൾ അവര് നേരെ ആയിരിക്കാം. പക്ഷെ അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഫ്യൂച്ചറിനെ അത് വല്ലാതെ ബാധിക്കും. അതാണ് ഒരു പ്രശ്നം പറ്റുന്നത്. PGS-ലും ഉണ്ടായിരുന്നു മിസ് ഇങ്ങനെ ഒരു. പക്ഷെ അവർക്ക് ഭയങ്കര സ്നേഹമാണ് ആ കുട്ടിയോട്. പക്ഷെ ആ കുട്ടി ഡാൻസിനൊക്കെ ഞാൻ ചേർത്തു, ഭയങ്കര ആഗ്രഹമാണ് അച്ഛനും അമ്മയ്ക്കും. അപ്പൊ ബാക്കിയുള്ളവരോട് ചേഞ്ച് ചെയ്യാൻ പറയും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും. സെന്ററിലാണ് ആ കുട്ടിയെ നിർത്തിയിരിക്കുന്നത്. പക്ഷെ ആ കുട്ടി ഇവരുടെ കളിക്കാൻ നല്ലോണം ശ്രമിക്കുന്നുണ്ടായിരുന്നു, നന്നായിട്ട് കളിച്ചിട്ടുണ്ട് സ്റ്റേജിലും ഇതേപോലെ. പക്ഷെ പാരന്റ്സിന് ഭയങ്കര അതിനകത്ത് ഒഴിവാണ് അവര്. LPGS-ലാണ് കേട്ടോ മിസ്. മുമ്പ് ഇതേപോലെ മിസ്സായിട്ട് അവിടെ ഡാൻസ് ടീച്ചറായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ ഇതേപോലെ ഒരു കുട്ടിയുണ്ട് A ക്ലാസ്സില്. എന്നാൽ അവൻ എല്ലാരെയും അടിക്കുകയൊക്കെയാണ് ചെയ്യാം. ഇങ്ങനെ എല്ലാരും ഉപദ്രവിക്കുന്നു പറഞ്ഞിട്ടാണ് മിസ് ആ കുട്ടീനെ മാത്രം ഒരു ക്ലാസ്സിൽ ഇരുത്തിയിട്ടുണ്ട്.
ഒരു ബെഞ്ചിലും ആ കുട്ടി മാത്രം, ബാക്കി കുട്ടികളൊക്കെ ഒരുമിച്ച്. അപ്പൊ എനിക്ക് വിഷമം അത് കാണുമ്പോ. അവൻ മാത്രം ഒറ്റയ്ക്കല്ലേ, പക്ഷെ അവൻ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഹൈപ്പർ ആക്റ്റീവ് ആണെന്ന് അറിയാന്ന്. അപ്പൊ അങ്ങനെയാണ് ആ മിസ് പറഞ്ഞത്. നോക്കാം, നമുക്ക് ഇടപെടാൻ പറ്റുന്നിടങ്ങളിലൊക്കെ നമ്മൾ ഇടപെടുക തന്നെ ചെയ്യണം. കുട്ടികളുടെ കാര്യമല്ലേ. എനിക്കറിയാവുന്ന ഒരു കേസ്, അച്ഛനും അമ്മയും ഡോക്ടറാണ്, എന്നിട്ട് പോലും അവരതിലൊരു വീഴ്ച വരുത്തി എന്നുള്ളതാണ് ആ കുട്ടിയുടെ കാര്യത്തില്. അതൊരു ഭയങ്കര ഒരു വിഷമം പിടിച്ചൊരു കാര്യമായിപ്പോയി. അച്ഛനും അമ്മയും ഡോക്ടേഴ്സ് ആയിട്ടുള്ളവരുടെ ഒരു കുട്ടിയെ അവര് ശ്രദ്ധിക്കാതെ പോയത്. എനിവേ, ഓക്കെ, നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ചെയ്യാൻ അറിയാം. മോണ്ടിസോറി അതാണ് ചെയ്തത്. അപ്പൊ സ്പെഷ്യൽ കുട്ടികളിൽ ആദ്യം ചെയ്തു. അങ്ങനെ ചെയ്തപ്പോൾ നല്ല റിസൾട്ട് വന്നു. അങ്ങനെ ഇവരിങ്ങനെ കുട്ടികളിൽ ഇന്റർവെൻഷൻ നടത്തുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട്, ഇതൊക്കെ നിങ്ങൾക്ക് അവർണാസ് എടുക്കുന്ന ടോപ്പിക്കാണ്. ഞാൻ ജസ്റ്റ് എന്റെ ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഇൻട്രോ തരുന്നു മാത്രമേ ഉള്ളൂ. ഇറ്റലിയിലെ ഒരു സ്ലം ഏരിയ എന്ന് പറയുമ്പോൾ അവിടുത്തെ ഒരു ജീവിത സാഹചര്യം നമുക്ക് ഊഹിക്കാം അല്ലെ. ഭയങ്കര പുവർ ആയിരിക്കും, എഡ്യൂക്കേറ്റഡ് ആയിരിക്കില്ല, ഹൈജീൻ വളരെ മോശമായിരിക്കും, നല്ലൊരു വീട് അവർക്ക് ഉണ്ടാവില്ല, നല്ല വസ്ത്രങ്ങൾ അവർക്ക് ഉണ്ടാവില്ല, നല്ല ഭക്ഷണം, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം അവർക്ക് ഉണ്ടാവില്ല, മാൽ ന്യൂട്രീഷൻ, പോഷകക്കുറവായിരിക്കും അവിടുത്തെ കുട്ടികൾക്ക്. മര്യാദയ്ക്ക് അവർ സ്കൂളിൽ പോകില്ല, ഇങ്ങനെ കറങ്ങി നടക്കും, അടിപിടി ഉണ്ടാക്കും, ഒരു വയലൻസ് നേച്ചർ, ഒരു ഡിസ്ട്രോയിങ് ക്യാരക്ടർ ഒക്കെ ആയിരിക്കും കുട്ടികൾക്ക്. കാരണം പാരന്റ്സിന് വലിയ എഡ്യൂക്കേറ്റഡ് ഒന്നും ആയിരിക്കില്ല. പാരന്റ്സ് അന്നത്തെ അന്നത്തിന് വേണ്ടിയിട്ട്, ലൈവ്ലിഹുഡിന് വേണ്ടിയിട്ട് അവർ രാവിലെ എന്തെങ്കിലും പണിക്ക് പോകും, നേരത്തെ പോകും, ഒത്തിരി ലേറ്റ് ആയിട്ടായിരിക്കും വരുന്നത്. കുട്ടികൾ അങ്ങനെ ഇങ്ങനെയൊക്കെ കറങ്ങി നടന്ന് ചേരിയിലും ഒക്കെ കറങ്ങി നടന്ന് ഒരു വല്ലാത്ത ലൈഫായിരിക്കും. അപ്പൊ അവിടുത്തെ ലോക്കൽ അതോറിറ്റി, മേ ബി മേയർ ആയിരിക്കാം, ആ ലോക്കൽ അതോറിറ്റി മറിയ മോണ്ടിസോറിയെ അപ്രോച്ച് ചെയ്യുവാണ്. ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ഡേ കെയർ തുടങ്ങാമോ എന്ന് ചോദിച്ചുകൊണ്ട്, സ്ലം ഏരിയയിലെ കുട്ടികളെ ഒന്ന് പുനരധിവസിപ്പിക്കാൻ വേണ്ടി, റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ട് ഒരു ഡേ കെയർ സ്റ്റാർട്ട് ചെയ്യാമോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ മറിയ മോണ്ടിസോറി ആദ്യമായിട്ട് ഒരു മോണ്ടിസോറി സ്കൂൾ എന്നോ ക്ലാസ് റൂം എന്നോ പറയാൻ ഡോക്ടർ മറിയയ്ക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. അതിന് പകരം അവര് കാസ ഡെ ബാംബിനി എന്നാണ് അതിന് പേരിട്ടത്. അതൊരു ഇറ്റാലിയൻ വേർഡാണ്. ഹൗസ് ഓഫ് ചിൽഡ്രൻ അല്ലെങ്കിൽ ചിൽഡ്രൻസ് ഹൗസ് എന്നറിയപ്പെടുന്ന ഒരു വേർഡിന്റെ മീനിങ് അതാണ്. അവിടെ അടച്ച ക്ലാസ് റൂമുകൾ ഇല്ലായിരുന്നു, ഫുൾ ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്പേസ് ആയിരുന്നു. അകത്തെ സ്പേസ് പുറം ലോകവുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് കുറേ വരാന്തകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഒരു കുട്ടിക്ക് ആരുടെയും ഹെൽപ്പ് ഇല്ലാതെ അകത്തുനിന്ന് പുറത്തേക്ക് പോകാനും പുറത്തുനിന്ന് ഇൻഡോറും ഔട്ട്ഡോറും തമ്മിൽ കണക്ട് ചെയ്യുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വരാന്തകൾ ഉണ്ടായിരുന്നു. ഒരു കുട്ടിക്ക് വളരെ ഈസി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനായിട്ട് പറ്റും. അങ്ങനെ സാൻ ലൊറൻസോയിലാണ് ആദ്യമായിട്ടൊരു മോണ്ടിസോറി സ്കൂൾ, നമുക്കിപ്പോ മനസ്സിലാകാൻ വേണ്ടി നമ്മളൊരു മോണ്ടിസോറി സ്കൂൾ എന്ന് പറയാം, ഒരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്തത് കാസ ഡെ ബാംബിനി. അവിടെ മറിയ മോണ്ടിസോറി ആ എൻവിയോൺമെന്റിനെ ഡിവൈഡ് ചെയ്തു. മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവിയോൺമെന്റ് അറിയപ്പെടുന്നു. ആ എൻവിയോൺമെന്റിനെ കുറച്ചു മുമ്പ് ഗോപിയ പറഞ്ഞ പോലെ വർണ്ണക്കൂടാരത്തിലെ പല പല ഇടങ്ങൾ പറഞ്ഞു അല്ലെ, ഭാഷാ ഇടം, എന്തൊക്കെയാ പറഞ്ഞേ, ഗണിത ഇടം എന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ ഡോക്ടർ മറിയ മോണ്ടിസോറി 5 ഏരിയ ആയിട്ടാണ് ആ മോണ്ടിസോറി എൻവിയോൺമെന്റിനെ ഡിവൈഡ് ചെയ്തത്. ഈ 5 ഏരിയയാണ് നിങ്ങളുടെ മോഡ്യൂൾ 3 നിങ്ങൾ ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കിക്കഴിഞ്ഞാൽ 5 പാർട്ടായിട്ട് കാണും. 5 പാർട്ട്, 5 ഏരിയ ആണ്. ആ ഓരോ പാർട്ടിലും ഓരോ ഏരിയയെ പറ്റിയുള്ള കാര്യങ്ങളും ആ ഓരോ ഏരിയയിലെ കുട്ടികൾ ചെയ്യുന്ന കുറെ ആക്ടിവിറ്റീസ് ആണ്. ഈ 5 ഏരിയയില് 4 ഏരിയയുടെ മെറ്റീരിയൽസ്, മെയിൻ ആയിട്ടുള്ള മെറ്റീരിയൽസ് എല്ലാം തന്നെ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ അതൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതൊന്ന് വാട്സാപ്പിൽ തരാം, നിങ്ങളുടെ പേഴ്സണൽ ഗ്രൂപ്പിൽ അതൊന്ന് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കേട്ടോ. അപ്പോ അത് ഓരോ ഏരിയയിലും ഏരിയ തിരിച്ച് ഓരോ മെറ്റീരിയൽസ് ഞാൻ ഓരോ ഏരിയയിലും വെച്ചിട്ട്, പിന്നെ വാട്ട് എവർ ഇറ്റ് ബി, നമ്മൾ ഓരോ ഏരിയയിലെ മെറ്റീരിയൽസ് വെച്ചിട്ട് ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അതിന്റെ കൂടെയൊക്കെ നമുക്ക് ബോണസ് ആയിട്ട് ഉണ്ടാകുന്ന ഒരു ഡെവലപ്മെന്റ് ആണ് ലാംഗ്വേജ്. ഒരു കുട്ടി ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ, കുട്ടി മൂവ്മെന്റ് നടത്തുമ്പോൾ, നമ്മള് ആ ജയശ്രീ പറഞ്ഞു ആ കുട്ടിയെ ഡാൻസ് ചെയ്യാനായിട്ട് സെൻട്രൽ ഗേൾ ആയിട്ട് നിർത്തി, അത് നല്ല പോലെ എഫേർട്ട് എടുത്തു മറ്റുള്ളവരുടെ ഒപ്പം ഡാൻസ് ചെയ്യാനായിട്ട്, ഭയങ്കര ഹാപ്പിയായി. അപ്പൊ മൂവ്മെന്റ് ആണ് ആ കുട്ടിയെ ലൈവ് ആക്കിയത് അല്ലെ. അപ്പൊ നമുക്കും അങ്ങനെ തന്നെയാണ്, മൂവ്മെന്റ് തന്നെയാണ് നമ്മളെ ലൈവ് ആക്കുന്നത്. നമുക്ക് നമ്മുടെ വീട്ടിൽ തൊട്ടടുത്തൊരു കല്യാണം നടക്കും, വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ടോ അല്ലെങ്കിൽ റിലേറ്റീവോ ആണെന്ന് വിചാരിച്ചു, കല്യാണത്തിന്റെ 2-3 ദിവസം തുടങ്ങിയ നമ്മുടെ കിച്ചൺ കൂട്ടും അല്ലെ. എല്ലാരും അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചാൽ മതി. കല്യാണത്തിന്റെ അന്ന് വൈകിട്ട് പിറ്റേ ദിവസം ഒക്കെ ഉള്ള ഭക്ഷണം, അത്രയും ദിവസം കൊണ്ട് നമ്മളങ്ങ് ടയേർഡായി പോകും അല്ലെ.
നമ്മൾ ഒരു പണിയും ചെയ്യാതെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ അനങ്ങി ജോലി എടുക്കുമ്പോഴാണ് നമ്മൾ ആക്റ്റീവ് ആകുന്നത്. അത് തന്നെയാണ് മറിയ മോണ്ടിസോറി പ്രയോഗിച്ചത്, മൂവ്മെന്റ്. അതിന് വേണ്ടിയിട്ടാണ് മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിന് കുട്ടികൾക്ക് ഈസി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ ഒരു തടസ്സങ്ങളും അവിടെ ഇല്ല. അവർക്ക് ഈസി ആയിട്ട് മൂവ് ചെയ്യാനുള്ള ഒരു സ്പേസ് ആക്കി മാറ്റി. മൂവ്മെന്റ് ആണ് ആ ഒരു ലൈവ് ആക്കുന്നത്. നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കിളി നിലത്ത് വീണ് കിടക്കുന്നു, അനങ്ങുന്നുണ്ടോന്നല്ലേ നമ്മൾ നോക്കുന്നേ, അതിന് ജീവനുണ്ടോന്ന് നോക്കുന്നത്. സോ മൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് തന്നെയാണ് അല്ലെ. ഓക്കെ, ആ രീതിയിലാണ് ആ എൻവയോൺമെന്റ് പ്രിപ്പയർ ചെയ്തത്. പക്ഷെ ഈ കുട്ടികൾക്ക് ഈ സാൻ ലൊറൻസോയിൽ ആ ചേരി പ്രദേശത്ത് നിന്ന് വന്ന കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വയലന്റ് നേച്ചർ ആയിരുന്നു, അഗ്രസീവ് ആയിരുന്നു, ഭയങ്കര ഡിസ്റ്റർബിങ് ക്യാരക്ടർ ആയിരുന്നു, ഡിസ്ട്രോയിങ് ബിഹേവിയർ ആണ്, കയ്യിൽ കിട്ടുന്നതൊക്കെ വലിച്ചെറിയുക. ആ രീതി ഹൈജീൻ വൈസ് എല്ലാ രീതിയിലും അവർ വളരെ ലോ ആയിരുന്നു. പക്ഷെ ആ ഒരു എൻവയോൺമെന്റിൽ അവരെ മെറ്റീരിയൽസുമായിട്ട് ആക്ടിവിറ്റി ചെയ്ത് അത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒന്നും അവർ ശരിയായില്ല, മാസങ്ങൾ എടുത്തു അവര് നോർമലൈസ്ഡ് ആകാനായിട്ട്. അപ്പൊ മറിയ മോണ്ടിസോറി കുട്ടികളെ 2ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നോർമലൈസ്ഡ് കിട്ടും, ഡീവിയേറ്റഡ് കിട്ടും. സാധാരണ ടീച്ചർമാര് കുട്ടികളെ എങ്ങനെയാ ഡിവൈഡ് ചെയ്യുക? ബ്രില്യന്റ്, ആവറേജ്, ബിലോ ആവറേജ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അല്ലേ ഡിവൈഡ് ചെയ്യുന്നത്. ആ രീതിയിലുള്ള ഡിവിഷൻ മോണ്ടിസോറി എൻവയോൺമെന്റിൽ ഇല്ല. നോർമലൈസ്ഡ് ആൻഡ് ഡീവിയേറ്റഡ്. ഡീവിയേറ്റഡ് കിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില് ബ്രൈറ്റ്, ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള കുട്ടികൾ, ഇങ്ങനെ അവരുടെ ആ ഒരു പെർഫോമൻസ് കാണിക്കാൻ വേണ്ടി അവർ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ഒക്കെ ആയിരിക്കും അല്ലെ, ഭയങ്കര ബുദ്ധിയായിരിക്കും. അതുകൊണ്ട് ലേസി കുട്ടികളും ഉണ്ട്, പിന്നെ സ്ലോ, അങ്ങനെ എന്തോ നോട്ടി വികൃതികളായ കുട്ടികൾ. ഇങ്ങനെയായിരുന്നു മറിയ മോണ്ടിസോറിയെ സംബന്ധിച്ച് ഡീവിയേറ്റഡ് ആയിട്ടുള്ള കുട്ടികൾ. ഈ ഡീവിയേറ്റഡിനെ നോർമലൈസ്ഡ് ആകാനായിട്ട് കുറെ ആക്ടിവിറ്റീസ് ഇവർ ചെയ്ത് ഇവര് നോർമലൈസ്ഡ് ആകും. മറിയ മോണ്ടിസോറി നോർമലൈസ്ഡ് കിഡ് എന്ന് പറയുന്നതിനെ എല്ലാത്തിലും ടോപ്പ് ആകുന്നതോ എല്ലാം ഫസ്റ്റ് ചെയ്ത് തീർക്കുന്നതോ ഭയങ്കര ബുദ്ധിയുള്ളതിനും അല്ല മറിയ മോണ്ടിസോറി നോർമലൈസ്ഡ് എന്ന് പറയുന്നത്. പ്രൊഡക്റ്റീവ് ആയ കുട്ടികളെയാണ് മറിയ മോണ്ടിസോറി നോർമലൈസ്ഡ് കിഡ് എന്ന് പറയുന്നത്. പ്രൊഡക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ പൊട്ടൻഷ്യലിനനുസരിച്ച് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നു, മറ്റുള്ളവരെയും സറൗണ്ടിങ്സിനെയും ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. അതാണ് മറിയ മോണ്ടിസോറിയെ സംബന്ധിച്ച് നോർമലൈസ്ഡ് പറഞ്ഞത്. അല്ലാതെ ടോപ്പ് ഇൻ ഓൾ സബ്ജക്ട്, പെർഫെക്റ്റ്, ഭയങ്കര ബുദ്ധി, അങ്ങനെയുള്ള കുട്ടികളെ അല്ല നോർമലൈസ്ഡ് എന്ന് പറഞ്ഞത്. ഈ നോർമലൈസ്ഡില് ഒരേ ആക്ടിവിറ്റി തന്നെ പല ടൈം എടുത്ത് ചെയ്യുന്ന കുട്ടികൾ ഉണ്ടാവും. ചിലര് 10 മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കും, ചിലത് അരമണിക്കൂർ കൊണ്ടായിരിക്കും തീർക്കും, ചിലര് 1 മണിക്കൂർ കൊണ്ട് ചെയ്യുമായിരിക്കും, ചിലര് പലതവണ റിപ്പീറ്റ് ചെയ്യുമ്പോഴായിരിക്കും അവർക്കത് ശരിയായി വരുന്നത്. പക്ഷെ അവരെല്ലാം നോർമലൈസ്ഡ്. അവനവന്റെ സ്പീഡില് കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്യുന്നു. അതാണ് നോർമലൈസ്ഡ് പ്രൊഡക്റ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അതാണ്, നമ്മളെ തിരിച്ചറിയുക എന്നുള്ളതാണ് എഡ്യൂക്കേഷൻ. വൺ സെൽഫ്. ഇപ്പോ പലപ്പോഴും ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ കുട്ടികൾ എനിക്ക് ഒന്നുമില്ലെങ്കിൽ എന്നെ വിളിക്കും, അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കും, എനിക്കൊരു അഡ്വൈസ് തരാമോ എന്ന് ചോദിച്ചു. ഞാൻ ടീച്ചിങ് പ്രാക്ടീസിന് പോവുകയാണ്, എനിക്ക് മിസ് ഒരു അഡ്വൈസ് തരാമോ? ഞാൻ ആരാ അഡ്വൈസ് തരാൻ? അഡ്വൈസ് തരാതിരിക്കുക, കൊടുക്കാതിരിക്കുക, അതാണ് ഏറ്റവും വലിയ അഡ്വൈസ്. അപ്പൊ ഞാൻ പറഞ്ഞു, ബി യുവർ സെൽഫ്. നിങ്ങൾ എന്താണോ അത് തന്നെ ആകുക, അല്ലാണ്ട് കൂടുതലൊന്നും അതിൽ ചെയ്യാനില്ല. അവിടെ ചെല്ലുമ്പോൾ കുട്ടികളുമായിട്ട് കണക്റ്റഡ് ആകുക, ഇമോഷണലി കണക്റ്റഡ് ആകുക. ഓക്കെ, ആ രാവിലെ പോയവരായിരിക്കില്ല വൈകിട്ട് വിളിക്കുമ്പോൾ, കാരണം അത്രയും ആ ഒരു കുട്ടികളുമായിട്ട് മേർജ് ആയി കഴിഞ്ഞു. രാവിലെ ഉണ്ടായ ടെൻഷൻ അവർക്ക് വൈകിട്ടില്ല, പിന്നെ ഭയങ്കര ഹാപ്പിയാ പോകാൻ. പിന്നെ അവിടുന്ന് ടീച്ചിങ് പ്രാക്ടീസിന്റെ ടൈം തീരുമ്പോഴുള്ള വിഷമം അത് അതിനേക്കാൾ ഇടയ്ക്ക് തോന്നും ഈ സമയം വേഗം പോയെന്ന് തോന്നും, ഇടയ്ക്ക് തോന്നും സമയം പക്ഷെ 2 ദിവസം ഒരു ക്ലാസ് ഫുള്ള് കിട്ടി മിസ്. പിന്നെ അവര് പറയുവാണ് മിസ് പോവണ്ട. ഞാൻ പറഞ്ഞു നിങ്ങളുടെ സീമോൾ മിസ്സിനെ നിങ്ങക്ക് വേണ്ടേ? അപ്പൊ പറയും സീമോൾ മിസ്സും വേണം, മിസ്സും വേണം. അപ്പൊ എനിക്ക് പാവം തോന്നി മിസ്. എല്ലാരും ഭയങ്കര സ്നേഹമാണ് പിള്ളേര്. അതെ, അപ്പൊ ആ ഒരു ഇമോഷണൽ കണക്ഷൻ അല്ലെ, ശരിക്കും ഇമോഷണലി നമ്മളങ്ങ് കണക്റ്റഡ് ആകണം, അതാണ് വേണ്ടത്. അത് ശരിക്കും അതിന്റെ അതേപോലെ തന്നെ മിസ് നമ്മളെ ഫുള്ള് അവര് ഒന്ന് സ്കെച്ച് ചെയ്യും. നമ്മള് ഇന്നത്തത് അവര് നാളെ ചെല്ലുമ്പോ മിസ്സേ അതിട്ടോണ്ട് വരാൻ എന്താ, ഇന്നലെ ഇട്ട വള എന്താ ഇന്നിടാഞ്ഞേ, അത് ഫുള്ള് സ്കെച്ച് ചെയ്യും. ഫുള്ള് നമ്മൾ ഇടുന്ന ഡ്രസ്സിന്റെ കളർ വരെ അവർ സ്കെച്ച് ചെയ്തിട്ട് നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കും. നമുക്ക് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആണ് മിസ്സേ. കാരണം എന്റെ മക്കളെല്ലാം വലുതായി. ഞാൻ കുഞ്ഞിലെ ആയിരുന്നപ്പോ അവരെ എങ്ങനെയാണ് അതേപോലെയാണ് ഇപ്പൊ ഞാൻ. എനിക്ക് UKG ആണ്, UKG ക്ലാസ് ആണ്, 2 ബാച്ച്.
എനിക്ക് പിന്നെ എപ്പോഴും അവരെ ഇങ്ങനെ സന്തോഷമാണ്. ഇങ്ങനെയൊക്കെ ഓരോ ആക്ഷനിലാണ് പഠിപ്പിക്കുന്നത്. ഇപ്പൊ എ ആണ് എഴുതണമെങ്കിൽ ഇങ്ങനെ എനെ കുറിച്ച് ഒരു പാട്ട് പാടും മിസ്. അങ്ങനെ ബി, ഇപ്പൊ ടൊമാറ്റോ പഠിപ്പിക്കുകയാണെങ്കിൽ ടൊമാറ്റോനെ കുറിച്ച് ഒരു പാട്ട്. അങ്ങനെ നല്ല രസത്തിലാണ് മിസ് പഠിപ്പിക്കുന്നത്. അപ്പൊ അതേപോലെ ഞാൻ എക്സ്പീരിയൻസ്ഡായി. ഓരോന്നിനും ഓരോ പാട്ട് വേണം എന്നുള്ളൊരു ഇതായി. റൈംസിൽ നിങ്ങൾക്കൊരു തീം ഉണ്ടായിരുന്നു. ഞാൻ റൈം സ്റ്റോറി ബുക്കിന്റെ ഡീറ്റെയിൽസ് തന്നല്ലേ റെക്കോർഡ് തന്നു മിസ്, അതും പഠിപ്പിച്ചു മിസ്. അപ്പൊ ഞാൻ പഠിപ്പിച്ചായിരുന്നു. ക്യാപ്സൂൾ പോയം ഒരു സെഷൻ ഉണ്ടായിരുന്നില്ലേ, ചെറിയ നിങ്ങൾ അതും പഠിപ്പിച്ചു മിസ്. ക്യാറ്റ് എങ്ങനെ കരയണെന്ന് പറയുമ്പോ അവര് പറയും കാറ്റാർക്ക് കഴിയുന്നതും മ്യാവ് മ്യാവ് എന്ന് അവരും കാണിക്കും. അതൊക്കെ ഒരു നല്ല എക്സ്പീരിയൻസ് ആണ് മിസ്. ഓക്കെ, ഇപ്പൊ മോണ്ടിസോറിയുടെ ജേർണി അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോ പലയിടത്തു നിന്നും മോണ്ടിസോറിക്ക് കോള് വരുവാണ്. മോണ്ടിസോറി വിചാരിച്ചു ഇനി ഈ മെത്തേഡ് ലോകം മുഴുവനും, അവരുടെ നാട്ടിൽ മാത്രമല്ല, അവർ ഇന്ത്യയിലൊക്കെ ട്രാവൽ ചെയ്തു. അവർ ഇന്ത്യയിൽ ട്രാവൽ ചെയ്ത് കുറച്ചധിക കാലം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അതിന് കാരണം എന്താന്ന് വെച്ചാല് ഹിറ്റ്ലറും മുസോളിനിയും ആദ്യം ഭയങ്കരമായിട്ട് അക്സെപ്റ്റ് ചെയ്തു ഇവരുടെ ഈ മെത്തേഡിനെ. പക്ഷേ ഹിറ്റ്ലറും മുസോളിനിയും ഓട്ടോക്രാറ്റിക് റൂളേഴ്സ് ആയിരുന്നു, ഏകാധിപതികളായിരുന്നു അല്ലെ. അവരിങ്ങനെ മുന്നില് തടസ്സമായി വരുന്നവരെയൊക്കെ ഒരു ദയവും ഉണ്ടായിരുന്നില്ല. വെട്ടിക്കൊല്ലുക, അവരെ നശിപ്പിക്കുക, എന്നിട്ട് ഓരോരോ ഭാഗങ്ങളായിട്ട് കീഴടക്കുമായിരുന്നു. അപ്പൊ മോണ്ടിസോറിയുടെ ഉദ്ദേശം എന്താ? പീസ് ആൻഡ് ഹാർമണി ആയിരുന്നു, ലോകം മുഴുവനും സന്തോഷവും സമാധാനവും സ്നേഹവും. അപ്പൊ മോണ്ടിസോറി ഉദ്ദേശിക്കുന്ന ഇതിലേക്ക് ഇവരുടെ രീതികള്, മോണ്ടിസോറി അവർക്ക് തടസ്സമാണല്ലോ. അപ്പൊ അവരെന്ത് ചെയ്തു? അവരുടെ നാട്ടിൽ മോണ്ടിസോറി സ്റ്റാർട്ട് ചെയ്ത സ്കൂളുകളൊക്കെ ക്ലോസ് ചെയ്യിച്ചു, എല്ലാം ബാൻ ചെയ്തു, മെത്തേഡ് ബാൻ ചെയ്തു. ആ സമയത്ത് മോണ്ടിസോറി ഇറ്റലിയിൽ നിന്നും ജർമ്മനിയിൽ നിന്നും മറ്റ് യൂറോപ്യൻ കൺട്രീസിൽ നിന്നും മാറി ഇന്ത്യയിലൊക്കെ എത്തുന്നത് അങ്ങനെയാണ്. ഇന്ത്യയിൽ വെച്ച് അവർ കുറേ വർക്കുകള്, അവരുടെ കുറെ റൈറ്റിംഗ്സ് ഒക്കെ ഇന്ത്യയിൽ വെച്ച് നടന്നു. അതെല്ലാം പിന്നെ മോണ്ടിസോറിയുടെ പേരിൽ പബ്ലിഷ് ചെയ്യുകയുണ്ടായി. അങ്ങനെ കുറെ വർക്കുകൾ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അംഗൻവാടികളിലൊക്കെ മഹാത്മാഗാന്ധി അവർ ഉള്ള സമയത്താണ് അവർ വന്ന് കണ്ടു മീറ്റ് ചെയ്തു. അങ്ങനെ അംഗൻവാടികളിൽ ഈ ഒരു മെത്തേഡിന്റെ ഒരു ബേസിക് ഫോമാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഇപ്പോഴും, ഞങ്ങൾക്കൊരു നഴ്സറി ആയിരുന്നു, ഒരു വായനശാലയോട് ചേർന്നുള്ള നഴ്സറി. അവിടെ ഞങ്ങൾ കളിച്ചിരുന്നത് ഈ വുഡൻ ബ്ലോക്സ് വെച്ചിട്ടായിരുന്നു. വേറൊന്നുമില്ല, പല പല ഷേപ്പിലുള്ള വുഡൻ ബ്ലോക്സ്. അത് മോണ്ടിസോറി മെത്തേഡിന്റെ ഒരു ഇതായിരിക്കും. പിന്നെ ഈ മെത്തേഡ് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മറിയ മോണ്ടിസോറി തന്നെ ആ ഒരു എൻവയോൺമെന്റില് കാസാഡി ബാമ്പിനിയില് പല ആക്സിഡന്റലി ചില കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തു. അങ്ങനെ മെത്തേഡിനെ അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെപ്പറ്റിയൊക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഓക്കെ, അപ്പൊ ഞാനിത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, പാർട്ട് 3. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിന്റെ ബാക്കി പറയും. അതിന്റെ ഒപ്പം തന്നെ നമ്മൾ 4 സൈക്കോ അനാലിസിസിലെ പിയാജെ അതിനാമിസ് എടുത്തു കഴിഞ്ഞു എന്ന് പറഞ്ഞു. ബാക്കി 3 പേരെ പറ്റി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ചിലപ്പോൾ ചില കാര്യങ്ങൾ ഡൈജസ്റ്റ് ആവില്ല, പക്ഷെ എനിക്ക് അതിനകത്ത് എറിക്സന്റെയും വിഡോസ്കിയുടെയും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട 2 അനാലിസിസ് ആണ്. പിയാജെ ഓക്കെയാണ്, ബട്ട് അത് കുറച്ച് മാത്തമാറ്റിക്കൽ ലെവലില് കോഗ്നിറ്റീവ് ബുദ്ധിപരമായിട്ടാണ് അദ്ദേഹം ആ സ്റ്റേജിനെ ഡെവലപ്പ് ചെയ്തത്. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം സൈക്കോസെക്ഷൽ ഡെവലപ്മെന്റ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഒരു കുട്ടി ഓരോരോ ഏജിലും പല പ്ലഷറിലൂടെ കടന്നു പോകുന്നു എന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞത്. പിന്നെ അദ്ദേഹം അത് മെയിൽസിനെ മാത്രം ഫോക്കസ് ചെയ്ത് പറഞ്ഞു. നമ്മളുടെ ഇടയിൽ മെയിലും ഫീമെയിലും മാത്രമല്ല അതർ ജെൻഡേഴ്സ് ഉണ്ട്, ജനറലൈസ് ചെയ്ത് പറഞ്ഞില്ല സിഗ്മണ്ട് ഫ്രോയിഡ്. പിന്നെ അദ്ദേഹം ചില അസംഷൻസ് വെച്ചിട്ടാ പറഞ്ഞത്. അദ്ദേഹം ഒരു സൈക്കോളജിസ്റ്റ് ആണല്ലോ. അദ്ദേഹത്തിന്റെ മുന്നിൽ വന്ന ചില കേസസിനെ ബേസ് ചെയ്താണ് അദ്ദേഹം ഈ ഒബ്സർവേഷൻ പറഞ്ഞത്. അങ്ങനെയല്ല ഒരു ചൈൽഡ് ഡെവലപ്മെന്റ് അനാലിസിസ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആളുകൾ അതിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. എനിവേ, സൈക്കോളജി പഠിക്കാൻ പോകുന്നവരുടെ തലതൊട്ടപ്പനാണ് സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വർക്കുകൾ പലയിടത്തും നമ്മൾക്ക് വേണ്ടി വരും. ഡിഫൻസ് മെക്കാനിസം, അദ്ദേഹവും അദ്ദേഹത്തിന്റെ മകൾ അന്ന ഫ്രോയിഡും. ഡിഫൻസ് മെക്കാനിസം നിങ്ങൾക്ക് എടുത്തോ, അതിന് വരുന്നേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഡിഫൻസ് മെക്കാനിസം കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ മകൾ അന്ന ഫ്രോയിഡും കൂടെ ചേർന്നിട്ടാണ് അതിലെ കുറെ ഒബ്സർവേഷൻ പറഞ്ഞിരിക്കുന്നത് ഡിഫൻസ് മെക്കാനിസത്തില്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് വൈഡ് ആയിട്ട് അത് പഠിക്കുവാണെങ്കിൽ നന്നായിരിക്കും. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കൂടുതൽ മറിയ മോണ്ടിസോറിയെ പറ്റി അറിയാം. ഡോക്ടർ മറിയ മോണ്ടിസോറിയുടെ മെത്തേഡ് അതെങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അത് ഉള്ളത് അറിയാം. കുറെ പേര് എന്നോട് ചോദിച്ചു, ഞങ്ങൾ ടീച്ചറായിട്ട് നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ട്, സോ ടീച്ചിങ് പ്രാക്ടീസിന് പോകണോ എന്ന് ചോദിച്ചു. ജസ്റ്റ് എൻ്റെ ഒരു കൺസേൺ ഇത്രയേ ഉള്ളൂ, നമ്മൾ പഠിക്കുന്ന മെത്തേഡ് നമ്മൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയോ, അത്രയേ ഉള്ളൂ ടീച്ചിങ് പ്രാക്ടീസ് കേട്ടോ. അത് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളിലോ നിങ്ങളുടെ അയൽപക്കത്തെ കുട്ടികളിലോ ട്യൂഷൻ കുട്ടികളിലോ
ആരിലെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്തൊന്ന് ഒബ്സർവ് ചെയ്താൽ മതി. അങ്ങനെ ടീച്ചിങ് പ്രാക്ടീസിന് പോകാൻ പറ്റാത്ത സാഹചര്യമാണ്. ഞാൻ ഓൾറെഡി ടീച്ചറായിട്ട് 10-12 വർഷം വർക്ക് ചെയ്തു. സോ ഞാൻ ഇനി ടീച്ചിങ് എന്നൊരു സംശയം ചോദിക്കുന്നവരുണ്ട്. സോ ഇത്രയേ ഉള്ളൂ. നമ്മളൊരു മെത്തേഡ് പഠിച്ചിട്ട് അത് അപ്ലൈ ചെയ്യുമ്പോഴല്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ടീച്ചിങ് പ്രാക്ടീസ് പറയുന്നത്. ഡിഫൻസ് മെക്കാനിസം ആതിര മിസ് അല്ല അശ്വതി മിസ് എടുത്തതാണ് മിസ് 9th യൂണിറ്റ്. ഓക്കെ, നമ്മളൊക്കെ ചെയ്യുന്ന പല കാര്യങ്ങളും അതിലൂടെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയില്ലേ? ശരിയാണ് മിസ്, എല്ലാം റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു. അങ്ങനെ റിലേറ്റ് ചെയ്തത് പഠിച്ചാൽ മതി. പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോഴേ. നമ്മൾ എക്സാം നമ്മുടെ ഒരു ക്രൈറ്റീരിയ ആണ്. സോ എക്സാമിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക തന്നെ വേണം അല്ലെ? അതുകൊണ്ട് 7th എക്സാം അത്ര ടെൻഷനൊന്നും വേണ്ട. എക്സാം ഒന്ന് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും. ഓ യെസ്, കാരണം നമ്മൾ എത്രത്തോളം അത് അറിഞ്ഞു എന്നുള്ളത് അറിയാനുള്ള ഒരു മോഡൽ. ആ ടൈമിൽ എഴുതാൻ പറ്റാത്തവര് ആ ലിങ്ക് കിടക്കുന്നുണ്ടാവും, ഒന്ന് പ്രാക്ടീസ് ചെയ്തോളൂ. അത് കഴിയുമ്പോൾ എപ്പോഴെങ്കിലും സ്കോർ കിട്ടില്ല എന്നേ ഉള്ളൂ. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ പേഴ്സണൽ ടൈം ഞാൻ ഇങ്ങനെ അപഹരിച്ചു അല്ലേ? താങ്ക് യു സോ മച്ച്. അറിയാൻ പറ്റുമോ? എന്തോ എക്സാം കഴിഞ്ഞ ഉടനെ നമ്മുടെ സ്കോർ അറിയാൻ പറ്റുമോ? അപ്പൊ തന്നെ അറിയാൻ പറ്റില്ല. എക്സാമിന് അങ്ങനെയാണ്. മറ്റേ മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അപ്പൊ തന്നെ സ്കോർ അറിയാൻ പറ്റും അല്ലെ? പക്ഷെ എക്സാമിന് ചിലപ്പോൾ ടേം എക്സാം ഒക്കെ ആകുമ്പോൾ 2-3 ഡേയ്സിനുള്ളിൽ അറിയാൻ പറ്റും. മെയിൻ എക്സാം ചിലപ്പോ വീക്സ് കഴിയണം. സ്കോർ അപ്പൊ അറിയാൻ പറ്റില്ല. മിസ് നെക്സ്റ്റ് മൺഡേ ടീച്ചിങ് പ്രാക്ടീസിന് പോവാട്ടോ. ആണോ? എവിടെയാ പോകുന്നത്? ഏതാ ദിവസം? ഞങ്ങൾ അവിടെ അടുത്ത് തന്നെ. എത്ര ദിവസം പറഞ്ഞോ? ഞാന് 10 or 50 ഡേയ്സാ പറഞ്ഞത്. ഇപ്പൊ ക്ലാസ് ഒക്കെ അടയ്ക്കാൻ പോവാറായി. കംപ്ലീറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. ഒരു 10 ഡേയ്സ് തരാന്ന് പറഞ്ഞു. അത്രേ കാണുള്ളൂ മാർക്കിംഗ് ഡേ. ഈ പ്രാക്ടിക്കലിന് നമ്മൾ വരുന്ന നിർബന്ധമാണോ? നിർബന്ധമില്ല. അത് ഡെമോ ക്ലാസ് ഞാൻ തരുമല്ലോ, മെറ്റീരിയൽ വെച്ചിട്ട് ഓൺലൈൻ ക്ലാസ് തരും. അത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് വന്നൊന്ന് ചെയ്ത് നോക്കിയാൽ. എന്ന് വെച്ചാൽ സെൻസോറിയൽ എഡ്യൂക്കേഷൻ ആണ്. നമ്മുടെ സെൻസസ് യൂസ് ചെയ്യേണ്ടതാ. നമുക്കിപ്പോ കാണുന്നത് കുഴപ്പമുണ്ടാവില്ല, കേൾക്കുന്നതും നമുക്ക് കുഴപ്പമുണ്ടാവില്ല. തൊട്ട് നോക്കേണ്ട മെറ്റീരിയൽസ് നമ്മൾ ടച്ച് ചെയ്ത് തന്നെ അറിയണം അല്ലേ? അതാണ്, അതുകൊണ്ടാണ്. അപ്പൊ അത് നിങ്ങൾ ഞാൻ കാണിച്ചു തരുന്നതിനേക്കാൾ അത് വന്ന് ചെയ്യുമ്പോൾ നമുക്കത് കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ടാകും. പക്ഷെ വരാൻ പറ്റാത്തവർക്കൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ വരുന്നവർ അവരെ ഹെൽപ്പ് ചെയ്യണം. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ വന്ന് നിങ്ങൾ ചെയ്യുന്നതിന്റെ വീഡിയോ എടുത്ത് അവർക്ക് ഷെയർ ചെയ്യുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. ഡെമോ ഞാൻ കാണിക്കുക എന്ന് പറഞ്ഞാൽ ഇതുപോലെ ക്ലാസ് റൂം ഞാനിങ്ങനെ അതിന്റെ ഡെമോ കാണിച്ചു തരുന്നു, അത്രയല്ലേ ഉള്ളൂ. നിങ്ങളുടെ ഡൗട്ട്സ് അവിടെ ക്ലിയർ ചെയ്യുന്നു. അതേസമയം നമ്മൾ ചെയ്യുന്നതിന്റെ ഒരു വീഡിയോ ഷെയർ ചെയ്യുമ്പോൾ ഇടയ്ക്ക് ആ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പൊ പ്രാക്ടിക്കൽ ക്ലാസിനെ കുറിച്ചുള്ള ഡേറ്റിനെ പറ്റി നാളെ തന്നെ ഒരു കൺഫർമേഷൻ. നിങ്ങൾക്ക് പെരുന്നാൾ കഴിഞ്ഞ് മതിയെങ്കിൽ ഇറ്റ്സ് ഓക്കെ, പെരുന്നാൾ കഴിഞ്ഞ്. അതല്ല നമുക്ക് ഈ ഒരു ഡേറ്റ് 12, 13, 14 ഒന്നും പറ്റില്ല. അതിനു മുമ്പ് ഉള്ള സമയത്ത് എപ്പോഴെങ്കിലും ആണെങ്കിലും ഒന്ന് പറയുവാണെങ്കിൽ നന്നായിരിക്കും. ഇനി അധികം ദിവസവും ഇല്ല. ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്ക് ഒരാഴ്ച മുമ്പെങ്കിലും അറിഞ്ഞാലല്ലേ എല്ലാം പറ്റുമോ. നിങ്ങൾ നോക്കൂ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ആകെയുള്ള ഒരു ഓപ്ഷൻ 15, 16 ആണ്, മൺഡേ. അതാകുമ്പോ നമ്മുടെ ക്ലാസ് ഉള്ള ദിവസം, പിന്നെ വലിയ പ്രശ്നം. ആലോചിച്ചിട്ട് പറയൂ, ഇല്ലെങ്കിൽ ധൃതിയില്ല, പെരുന്നാൾ കഴിഞ്ഞിട്ടെന്ന് തന്നെ അങ്ങ് മനസ്സിൽ വിചാരിച്ചാൽ മതി. മാം, ഒരു ഡൗട്ട് കൂടി. മോണ്ടിസോറി, മറിയം മോണ്ടിസോറി ആരംഭിച്ച സ്കൂളിന്റെ പേരൊന്ന് പറയാമോ മാം? കാസാഡെ ബാബിനി. കസാരി മിസ് എടുക്കും. നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്ററിലുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ മാം, ഓക്കെ. ഇറ്റാലിയൻ വേർഡാണ്. ചിൽഡ്രൻസ് ഹൗസ് അല്ലെങ്കിൽ ഹൗസ് ഓഫ് ചിൽഡ്രൻ എന്നൊക്കെ അറിയപ്പെടും. ഓക്കെ, ഇനി എന്തെങ്കിലുണ്ടോ? മിസ്സേ, നമുക്ക് ബയോഡാറ്റ ഇപ്പൊ സ്കൂളുകളിലൊക്കെ കൊടുക്കാമോ മിസ്സേ? അത് കോഴ്സ് കംപ്ലീറ്റ് ആക്കിയിട്ട് കൊടുക്കാമോ? കൊടുത്തിട്ടു. കാരണം എന്താണെന്ന് വെച്ചാൽ ചില സ്കൂളുകളിൽ ഓക്കെ ആയിരിക്കും. റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ മാർക്ക് ലിസ്റ്റ് സർട്ടിഫിക്കറ്റ് ഒക്കെ തന്നാൽ മതി എന്നവർ പറഞ്ഞ് നമുക്ക് ചെയ്യാം. അവർക്കറിയാം, കോഴ്സിന്റെ രീതികളെ പറ്റി അറിയാവുന്നവർ എന്തായാലും വിളിക്കും. ചോദിച്ചു മിസ്, എന്നാണ് ക്ലാസ് തീരുന്നതെന്ന് ചോദിച്ചു. അവിടുത്തെ ഇൻഫൻസീസത്തിൽ HOD ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു April, March എങ്ങനെയാവും പറഞ്ഞു. കംപ്ലീറ്റ് ആവാൻ സർട്ടിഫിക്കറ്റ് കിട്ടാനായിട്ട് അത്രയും ലേറ്റ് ആവും. ബയോഡാറ്റ കൊടുത്തിട്ടുണ്ട് മിസ്. ഇനിയിപ്പം ശരിക്കും എന്റെ പോർഷൻ ഞാൻ പറഞ്ഞില്ലേ 3, 4, 7, 10 ഇത് തീരാനാണ് ഒത്തിരി ഒന്ന് ടൈം. അതെനിക്ക് നിങ്ങളുടെ ഒരു കോപ്പറേഷനും കൂടി ഉണ്ടെങ്കിലാണ് അത് നടക്കുള്ളൂ, പെട്ടെന്ന് പോവുള്ളൂ. കാരണം ചില സെഷൻസ് ഒക്കെ നിങ്ങളെ കൊണ്ട് ഞാൻ ലീഡ് ചെയ്യിക്കും.
ഇന്നയാളെ വിളിച്ച് ചെയ്യാനൊന്നും പറയൊന്നുമില്ല. പ്രീവിയസ് ക്ലാസ്സിൽ പറയും നെക്സ്റ്റ് ഡേ നമ്മൾ ഇതാണ് എടുക്കുന്നത്, നിങ്ങൾക്ക് ടോപ്പിക്സ് ഡിവൈഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ലീഡ് ചെയ്യാം സെഷൻ എന്ന് പറയും. അങ്ങനെ പോകുമ്പോൾ നമ്മൾക്ക് അത് നല്ല ഫൈൻ ആയിട്ട് പോകാനായിട്ട് പറ്റും. കാരണം നിങ്ങൾ ആ PDF ഒന്ന് വായിച്ചാലുണ്ടല്ലോ ചില ടോപ്പിക്കൊന്നും നമുക്ക് എന്താണെന്നത് മനസ്സിലാവില്ല. അത് ക്ലാസ്സിലൂടെ തന്നെ അത് പോകണം. ക്ലാസ്സിലൂടെ പോകുമ്പോഴേ അത് പിടികിട്ടുള്ളൂ. ആ എഴുതിയിരിക്കുന്നതിന്റെ ഒരു പ്രശ്നമാണ്. അതിന് ഞാനൊന്ന് സിമ്പിൾ ആക്കാനായിട്ട് കുറെ നോക്കുന്നുണ്ട്, സ്റ്റഡി ചെയ്ത്. പിന്നെ എന്റെ കയ്യിൽ മോണ്ടിസോറിയുടെ 2 ബുക്ക് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാനന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വാങ്ങിയതാണ്. ഒന്ന് ദ ഡിസ്കവറി ഓഫ് ദ ചൈൽഡ്. ഇതിനകത്ത് മറിയ മോണ്ടിസോറി ഓരോ ആക്ടിവിറ്റിയും കുട്ടികളെ കൊണ്ട് ചെയ്യിച്ചപ്പോ കുട്ടികള് ആ കുട്ടികൾ അത് ചെയ്യുമ്പോൾ ഉണ്ടായതെല്ലാം ഒബ്സർവ് ചെയ്തിട്ട് അവരത് എഴുതി വെച്ചിട്ടുണ്ട് ഈ ബുക്കില്. ഇറ്റ്സ് എ ഗുഡ് ബുക്ക്. പിന്നെ ഡോക്ടർ മോണ്ടിസോറിയുടെ ഓൺ ഹാൻഡ് ബുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെ കുറെ ഒബ്സർവേഷൻസ് എഴുതിയിരിക്കുന്നത്. ഒരു ചെറിയ ബുക്കാണ്. 2 ബുക്കാണ് ഞാൻ ഡോക്ടർ മറിയ മോണ്ടിസോറി പിന്നെ ഞാനന്ന് പഠിക്കുന്ന സമയത്ത് ഞാൻ വാങ്ങിച്ചത്. എനിക്കത് വളരെ നന്നായിട്ട് തോന്നി. ശരിക്കും അങ്ങോട്ട് ഡീറ്റെയിൽ ആയിട്ട് കുറെ ഒന്നും പഠിക്കാനൊന്നും പറ്റിയില്ലെങ്കിലും എന്നാൽ വായിക്കാൻ പറ്റിയില്ലെങ്കിലും ഇറ്റ്സ് ഗുഡ്. അവർ ഇന്ത്യയിൽ വന്നതിന്റെ പിക്ചേഴ്സും പാകിസ്ഥാനിൽ പോയതിന്റെ പിക്ചേഴ്സും എല്ലാം ഇതിനകത്തുണ്ട്. കുട്ടികൾ ചെയ്യുന്നതിന്റെ പിക്ചേഴ്സ് എല്ലാം ഉണ്ട്. ഞാനിത് ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇതിനകത്ത് പ്രൈസ് 325 കാണുന്നത്. പക്ഷെ അത്രയൊന്നും ഉണ്ടായില്ല. എനിക്കെന്തോ ഓഫറിൽ അതിൽ കുറവായിട്ട് കിട്ടി. അബ്സോർബൻ മൈൻഡ് ഡോക്ടർ മോണ്ടിസോറിയുടെ ഉണ്ട്. പിന്നെ ഡോക്ടർ മോണ്ടിസോറി ഇന്ത്യയിൽ വന്നപ്പോൾ അവരുടെ കുറെ ഒബ്സർവേഷൻസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അത് നമ്മളുടെ ഇവിടത്തെ ലാംഗ്വേജിൽ എഴുതി വെച്ചിട്ടുണ്ട്. ബച്പൻ കാ രഹസ്യ എന്ന് പറഞ്ഞിട്ട്. സോ അപ്പൊ ശരി, ഹാപ്പി ആയിട്ടിരിക്കും. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. മോസ്റ്റ് പ്രോബബ്ലി ഡേ ടൈമിൽ നെക്സ്റ്റ് സൺഡേ എടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. എന്നാലും എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകേണ്ടതുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾ ഡേറ്റ് വേഗം പറയൂ, ഇല്ലെങ്കിൽ സമാധാനമായിട്ട് പെരുന്നാൾ കഴിഞ്ഞിട്ട് ചെയ്യാം. Thank you, ma'am. താങ്ക് യു മിസ്. സാറ്റർഡേ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എക്സാം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്നാ ചെയ്യാൻ പറ്റണേ? ഒന്നും കുഴപ്പമില്ല. അതിന്റെ ആ എക്സാമിന്റെ ക്വസ്റ്റ്യൻസിന്റെ ലിങ്ക് കിടക്കുമല്ലോ, നമ്മുടെ മോക്ക് ടെസ്റ്റിന്റെ പോലെ തന്നെ ആ ലിങ്ക് അവിടെ ഉണ്ടാവും. ലിങ്ക് ഷെയർ ചെയ്ത ഗ്രൂപ്പിലോ എന്താന്ന് വെച്ചാൽ അതൊന്ന് എടുത്തൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കും. അത് മതി, പ്രാക്ടീസ് ചെയ്താൽ മതി. നമുക്കിതൊരു മോഡൽ, ഒരു പ്രാക്ടീസ് പോലെയാണ്. ഇത്രയും പഠിച്ചത് നമ്മൾക്ക് എത്രത്തോളം മനസ്സിലായി എന്ന് നമുക്കൊന്ന് മനസ്സിലാവാനുള്ളതാ. സ്കോറിനെ പറ്റി ഓർത്ത് ബോധർ ചെയ്യണ്ട. പഠിച്ചത് ഒന്ന് അറ്റൻഡ് ചെയ്യൂ. മാർക്ക് ചിലപ്പോ അറിയാൻ പറ്റില്ല. ആൻസർ കീ പ്രൊവൈഡ് ചെയ്യുമായിരിക്കും. പ്രൊവൈഡ് ചെയ്യുവാണെങ്കിൽ അത് നോക്കി സ്വന്തമായിട്ടൊന്ന് മാർക്ക് ഇട്ടാലും മതി. ഓക്കെ, താങ്ക് യു മാം. ഗുഡ് നൈറ്റ്. Thank you, ma'am. താങ്ക് യു മാം. ഗുഡ് നൈറ്റ് മിസ്. ഗുഡ് നൈറ്റ്. ടേക്ക് കെയർ. Good night, ma'am.